30. Hospital, majority of the hospital in India as well hospital, especially in such urban and rural areas, small hospital, outsourced various small hospital, outsourced various small hospital, outsourced various hospital, outsourced there is a laboratory, pharmacy, small hospital, emergency care, emergency care, various surgical care, all very useful. Also, various into we have more resources than a small hospital, but equipped to provide complex service. They are not so comprehensive. They are not so comprehensive as large hospital. Reasonable level of emergency and intensive care. Most of the clinics support service in house settings. Mid-size hospital outsource ചെയ്യുന്നത് non clinical ആയിട്ടുള്ള സർവീസിനെയാണ്. ഹോസ്പിറ്റൽ outsource ചെയ്യുന്നത് മ്യൂട്ട് ചെയ്തിട്ട് റീഡ് ചെയ്യും എല്ലാരും. Yes, good morning. Good morning. Good morning. Good morning. Good morning, sir. Yes, very good morning. Good morning, sir. Good morning. Yes, good morning. ഗുഡ് മോർണിംഗ് സാർ. Good morning. Good morning. Yes, good morning. Study. Good morning, sir. Yes, good morning. Okay. അപ്പോൾ കഴിഞ്ഞ ടേസ്റ്റ് നമ്മൾ നോക്കിയത് ഓർമ്മയുണ്ടാവും എന്ന് എനിക്കറിയാം. അപ്പൊ എന്താണെന്ന് ഞാൻ ചോദിക്കുന്നില്ല, കാരണം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. എങ്കിലും ഞാനത് ഒന്നുകൂടി പറയും. നമ്മൾ പറഞ്ഞത് സിമ്പിൾ പ്രസന്റിനെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത്. ആ സിമ്പിൾ പ്രസന്റിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ വേറൊരു കാര്യം കൂടി പറഞ്ഞു. ഒരു സെന്റൻസ് നമ്മൾ എഴുതുമ്പോൾ ഒരു ക്രമം പാലിക്കണമെന്നതിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്, മാനർ, പ്ലേസ്, ടൈം, ഈ ഒരു ക്രമത്തിൽ എഴുതുക. അപ്പോൾ കാര്യമായ തെറ്റുകളില്ലാണ്ട് നമുക്ക് എഴുതാൻ പറ്റുമെന്ന് നമ്മൾ പറഞ്ഞു. സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്, മാനർ, പ്ലേസ്, ടൈം. പിന്നീട് നമ്മൾ പറഞ്ഞു സിമ്പിൾ പ്രസന്റ് ആയിട്ടുള്ള ഒരു വേർഡ് നമുക്ക് തിരിച്ചറിയണമെങ്കിൽ സബ്ജക്റ്റും വെർബിന്റെ പ്രസന്റ് ടെൻസും ആണെങ്കിൽ അത് സിമ്പിൾ പ്രസന്റ് ആയിരിക്കും എന്ന് പറഞ്ഞു. അതിനോടൊപ്പം തന്നെ വേറെ കാര്യം കൂടി നമ്മൾ സൂചിപ്പിച്ചു. ഒരു റൂള് പോലെ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബിന്റെ കൂടെ
എന്ത് കൂടി ചേർക്കണം? ഒരു എസ് എന്ന് കൂടി ചേർക്കണം എന്ന് പറഞ്ഞു. ഇനി ഐ എന്നുള്ളതും യു എന്നുള്ളതും സിംഗുലർ ആയിട്ട് നമുക്ക് തോന്നുമെങ്കിലും അത് പ്ലൂറലായിട്ട് പരിഗണിച്ചാൽ മതി. അപ്പൊ അതുകൊണ്ട് അതിന്റെ കൂടെ എസ് ചേർക്കണ്ട എന്ന് പറഞ്ഞു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ശരിയല്ലേ? ഇസ് ഇറ്റ് റൈറ്റ്? അതെ. ഒരു പ്രതികരണമൊന്നുമില്ലല്ലോ. ഓ യെസ് യെസ്. ഓക്കെ 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 ഓക്കെ. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒരു ചെറിയൊരു 1-2 കാര്യങ്ങൾ പറയുകയാണ്. നിങ്ങൾ നോട്ട്ബുക്ക് എടുത്തേക്കാം. അതായത് നമ്മൾ ഒരു വാചകം ഞാൻ പറയുന്നു, ആ വാചകത്തിന്റെ ബ്രാക്കറ്റിൽ ഒരു വെർബ് കൊടുത്തിട്ടുണ്ടാവും. ആ വെർബിന്റെ പ്രസന്റ് ടെൻസ് ഉപയോഗിച്ച് പൂരിപ്പിക്കണം എന്നുള്ളതാണ്. ആ വെർബിന്റെ പ്രസന്റ് ടെൻസ് ഉപയോഗിച്ചിട്ട് നമുക്കത് പൂരിപ്പിക്കണം എന്നുള്ളതാണ്. ഓക്കെ, ഞാൻ ഫസ്റ്റ് വാചകം പറയാം. ഐ ഡാഷ് ടു ചർച്ച്, CHURCH, ചർച്ച് every day. I dash to church, CHURCH, church every day. I dash to church every day. ബ്രാക്കറ്റില് WENT, went എന്ന് ക്ലിയർ ആവുന്നില്ല സാർ, ഒന്നുകൂടെ പറയൂ. I dash to church, CHURCH, church every day, EVERYDAY, every day. ഓക്കെ, സെന്റൻസ് ക്ലോസ് ചെയ്യുക. ബ്രാക്കറ്റിൽ വെന്റ് എന്ന് എഴുതുക, WENT, വെന്റ്, WENT, വെന്റ് എന്ന് എഴുതുക. അപ്പൊ നമുക്ക് വേണ്ടത് ഈ വെന്റ് എന്നുള്ളതിന്റെ പ്രസന്റ് ടെൻസ് ഉപയോഗിച്ച് ഈ സെന്റൻസ് നമുക്ക് ഫില്ല് ചെയ്യണം. ഞാൻ ഒന്നുകൂടി വായിക്കാം. ഐ ഡാഷ് ടു ചർച്ച് എവരി ഡേ, ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നു. അപ്പൊ ഇവിടെ വെന്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പാസ്റ്റ് ടെൻസ് ആണ്. പാസ്റ്റ് ടെൻസ് അതിന്റെ പ്രസന്റ് ടെൻസ് ഏതാണെന്ന് പറയാമോ? ഗോ. അപ്പൊ ഇവിടെ നമ്മൾ കറക്റ്റ് ചെയ്ത് കഴിയുമ്പോ ഐ ഗോ ടു ചർച്ച് എവരി ഡേ, ഐ ഗോ ടു ചർച്ച് എവരി ഡേ. വെരി ഗുഡ്, വെരി ഗുഡ്. എല്ലാവരും ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട്. ഐ ഗോ ടു ചർച്ച് എവരി ഡേ. രണ്ടാമത്തെ സെന്റൻസ് അത് നിങ്ങൾ സ്വന്തം, ഇപ്പൊ ആദ്യത്തെ ഞാനത് പറഞ്ഞു, ഇനി അടുത്തത് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാം. ഗീത, GEETH, ഗീത dash her parents, PARENTS, parents every EVERY, every Sunday, SUNDAY, Sunday. ഞാൻ സെന്റൻസ് ഒന്നുകൂടി പറയാം. ഗീത ഡാഷ് ഹെർ പാരന്റ്സ് എവരി സൺഡേ. ഇനി ബ്രാക്കറ്റിൽ വിസിറ്റ്, VISIT, വിസിറ്റ്, VISIT, വിസിറ്റ്. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. ആ വിസിറ്റ് എന്നുള്ളതിന്റെ കറക്റ്റ് ടെൻസ് ഉപയോഗിച്ച് പൂരിപ്പിച്ച് ക്ലിയർ ആവുന്നില്ല? ആദ്യം വിസിറ്റ്. സാർ ഒന്നും കൂടെ പറയാമോ? സെന്റൻസുകളൊക്കെ ക്ലിയർ ആവുന്നില്ല തീരെ. ഓക്കെ ഓക്കെ. ഗീത dash her parents, ഗീത dash her parents every Sunday, every Sunday, SUNDAY, Sunday. ബ്രാക്കറ്റിൽ വിസിറ്റ്, VISIT, വിസിറ്റ്. ഓക്കെ, വിനീത് എഴുതിയിട്ടുണ്ട്, അനുശ്രീ എഴുതിയിട്ടുണ്ട്, രേഷ്മ ഗുരു ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, രമ്യ എഴുതി, ആര്യയിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, വിദ്യ എഴുതി, ജിബിൻ എഴുതി,
എഴുതി, അശ്വതി എഴുതി, രേഷ്മ എഴുതി, പ്രവീൺ എഴുതി, ഫാദിയ, രാധിയ. ഓക്കെ 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 ഓക്കെ. അപ്പൊ തെറ്റിപ്പോയവരോട് പറയണം. VIS കുറച്ച് പേര് വിസിറ്റ് എന്ന് എഴുതി, ഗണേഷ് വിസിറ്റ് എന്നാണ് എഴുതിയേക്കുന്നത്. നമുക്ക് നോക്കാം. നമ്മൾ പറഞ്ഞത് വെർബിന്റെ പ്രസന്റ് ടെൻസാണ് ഉപയോഗിക്കേണ്ടത്. ഗീത അവളുടെ അച്ഛനെയും അമ്മയെയും എല്ലാ ഞായറാഴ്ചയും സന്ദർശിക്കാറുണ്ട്. അപ്പൊ വിസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രസന്റ് ടെൻസ് തന്നെയാണ് വിസിറ്റ്. എങ്കിലും അതിന്റെ കറക്റ്റ് ടെൻസ് ഉപയോഗിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മളിവിടെ നോക്കണം, സബ്ജക്റ്റ് നോക്കണം. സബ്ജക്റ്റ് നോക്കുമ്പോൾ ഗീതയാണ് സബ്ജക്റ്റ്. ഗീത എന്ന് പറയുമ്പോൾ എത്ര പേരുണ്ട്? ഒരാളേ ഉള്ളൂ. അപ്പൊ കഴിഞ്ഞ ദിവസം പഠിച്ചതാണ്, സബ്ജക്റ്റ് സിംഗുലർ ആവുമ്പോ സിമ്പിൾ പ്രസന്റിൽ വെർബിന്റെ കൂടെ ഒരു എസ് ചേർക്കണം എന്ന് പറഞ്ഞാൽ ഒരു ഗീതയുള്ളൂ. അപ്പൊ വിസിറ്റ് അല്ല, വിസിറ്റ്സ്, VISITS, വിസിറ്റ്സ്, അതാണ് കറക്റ്റ്. അപ്പൊ വിസിറ്റ്സ് എന്ന് എഴുതിയേക്കുന്ന എല്ലാവർക്കും A+ തന്നിരിക്കുന്നു. ഓക്കെ, വിസിറ്റ്സ് എന്ന് എഴുതാതിരുന്നവര് അത് മനസ്സിലാക്കുക, സബ്ജക്ട് സിംഗുലർ ആയതുകൊണ്ടാണ്. സൗണ്ട് കുറവാണ്. അപ്പൊ അതുകൊണ്ടാണ് അത് മ്യൂട്ട് ചെയ്യണോ? ഞാൻ ഓൾ മ്യൂട്ട് കൊടുക്കണോ? ഓക്കെ ഓക്കെ ഓക്കെ. യെസ്, നോക്കട്ടെ. അപ്പൊ അടുത്ത സെന്റൻസ് പറയുകയാണ്, ഹി ഡാഷ്, ഹി മൂന്നാമത്തെ വാചകം, ഹി ഡാഷ് മീറ്റ്, MEAT, മീറ്റ്. യെസ്, അതെ 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 അതെ. ഹി ഡാഷ് മീറ്റ് എവരി സൺഡേ, എവരി സൺഡേ. ഇവിടെ പറയാം, ഹി ഡാഷ് മീറ്റ്, MEAT, മീറ്റ് എവരി സൺഡേ. ബ്രാക്കറ്റിൽ സെൽ, SELL, സെൽ, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. അപ്പൊ ആ സെൽ എന്നുള്ളതിന്റെ കറക്റ്റ് ടെൻസ് ഉപയോഗിച്ച് പൂരിപ്പിക്കുക. സെൽ എന്നുള്ളതിന്റെ കറക്റ്റ് ടെൻസ് ഉപയോഗിച്ച് പൂരിപ്പിക്കുക. അപ്പൊ ഡാൻ വർഗീസ് എഴുതിയിട്ടുണ്ട്, വിദ്യ, വിനീത്, അപ്രിയ, അഞ്ജന, വിസ്മിത, ശരണ്യ മോള്, ഓക്കെ 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 ഓക്കെ, രമ്യ, ഗംഗ, ലിയ ജോർജ്, ഓക്കെ ഓക്കെ, ഷോജ റോയ്, വാദി, അനുശ്രീ, ഓക്കെ 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 ഓക്കെ. അപ്പൊ ഇത് മനസ്സിലായി. റൂബി ഒന്ന് ശ്രദ്ധിക്കാറുണ്ട്, പറയാം. ഓക്കെ ഓക്കെ ഓക്കെ, സതീഷ്, ഓക്കെ, രാധിക, ഓക്കെ 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 ഓക്കെ. ശരിയാണ്, എല്ലാവരും ശരിയാണ്. ഓക്കെ, അപ്പൊ ഒരാളെ മിസ്റ്റേക്ക് ചെയ്യാൻ പറയാം. നോക്കി, അത് സെൽ എന്ന് തന്നെ എഴുതിയേക്കുന്നത്. സെൽ ഇവിടെ നോക്കി, ഹി, അവൻ, സബ്ജക്റ്റ് എന്താണ്? സിംഗുലർ ആണ്. അവൻ എന്ന് പറയുമ്പോൾ എത്ര ആളേ ഉള്ളൂ? ഒരാളേ ഉള്ളൂ. അപ്പൊ വെർബിന്റെ കൂടെ നമ്മൾ എന്ത് ചേർക്കണം? എസ് ചേർക്കണം. അപ്പൊ സെല്ലിനുള്ളത് എന്താവും? സെൽസ്, SELLS, സെൽസ്. അതാണ് കറക്റ്റ് കേട്ടോ, SELLS, സെൽസ്. ഓക്കെ 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 ഓക്കെ. അടുത്തത് നാലാം ഒരു പറയാം, ഷീ ഡാഷ്
dash hard, HARD, hard. She dash hard. ബ്രാക്കറ്റില് വർക്ക്, WORK, വർക്ക്. ഈ വർക്ക് എന്നുള്ളതിന്റെ കറക്റ്റ് ഫോം ഉപയോഗിക്കുക. ഓക്കെ ഓക്കെ ഓക്കെ. ഞങ്ങൾക്ക് അറിയേണ്ട താമസം ജിബിൻ, ശ്രുതി, അശ്വതി, വിവേക്, വിസ്മിത, ദീപ, അപർണ, ഓക്കെ ഓക്കെ ഓക്കെ, ഡാൻവർഗി, സിന്ധു, ഓക്കെ ഓക്കെ ഓക്കെ. ശരിയാണ് ശരിയാണ് ശരിയാണ്. ഓക്കെ, കറക്റ്റ്, കൃത്യമാണ് കൃത്യമാണ് കേട്ടോ. ഓക്കെ, ശരിയാണ്. ജസ്മി, രസിയ, അശ്വതി, അനുശ്രീ, ഗംഗ, ഗോപിക, ശ്രീലക്ഷ്മി. അപ്പൊ ഇത് നമുക്ക് പിടികിട്ടി കാണുമെന്ന് വിശ്വസിക്കുന്നു. സബ്ജക്ട് സിംഗുലർ ആകുമ്പോൾ വെർബിന്റെ കൂടെ എസ് ചേർക്കണം എന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. നിങ്ങളത് മറന്നുപോയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാനത് ഒന്നുകൂടി ഒന്ന് ചോദിച്ചതാണ്. ഓക്കെ, അടുത്ത സെന്റൻസ് പറയാം. നെക്സ്റ്റ് സെന്റൻസ് അതും കൂടി എഴുതാം. അഞ്ചാമത്തെ വാചകം കൊണ്ട് നമ്മൾ ഇന്ന് പറയുന്നത് ഓക്കെ, യു dash to the temple, 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 to the temple on Mondays, MONDAYS. ഞാൻ ഒന്നുകൂടി പറയാം. യു ഡാഷ് ടു ദ ടെമ്പിൾ ഓൺ മൺഡേസ്. അതിൻ്റെ അർത്ഥം നിങ്ങൾ തിങ്കളാഴ്ച ദിവസങ്ങളിലെ അമ്പലത്തിലേക്ക് പോകുന്നു. ഓക്കെ, ഇനി ബ്രാക്കറ്റ് തന്നിരിക്കുന്ന വേർഡ് ബ്രാക്കറ്റിൽ എഴുതുക WENT, വെന്റ്, WENT, വെന്റ്. ഓക്കെ, ആ വെന്റ് എന്നുള്ളതിന്റെ കറക്റ്റ് ഉപയോഗിക്കുക. എല്ലാവരും എഴുതിയിട്ടുണ്ട്. മേരി സ്റ്റെല്ല ഒന്നും കൂടി നോക്കി, വെന്റ് തന്നെ എഴുതിയേക്കണേ. ഓക്കെ ഓക്കെ, വിവേക്, ഓക്കെ ഓക്കെ, ശരിയാണ് എല്ലാവരും എഴുതിയിരിക്കുന്നത്. ദീപ, ജിബിൻ, ഡാൻ വർഗീസ്, ആര്യ, വിദ്യ, ഓക്കെ, അഞ്ജലി, ഓക്കെ ഓക്കെ, ശരിയാണ് എല്ലാവരും എഴുതിയിരിക്കുന്നത്. അപ്പോ റോഷിനി വെൻസ് എന്ന് എഴുതി കേട്ടോ. റോഷിനി എഴുതി പറയാം. ഓക്കെ 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 ഓക്കെ, ശരിയാണ്. അപ്പൊ ഓക്കെ, ഞാൻ ഒന്നുകൂടി ഇത് പറയാണ്. ഒരാളെ വെൻസ് എഴുതി, അപ്പൊ അത് അദ്ദേഹം കൂടി ശ്രദ്ധിക്കാം. അതായത് അതിനു മുമ്പൊക്കെ ഞാൻ പ്രസന്റ് ടെൻസ് വെർബാണ് പറഞ്ഞിരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് അതിന്റെ കൂടെ നമ്മൾ SEF പറഞ്ഞത്. ഇവിടെ നോക്കിയേ, യു എന്നല്ല നമ്മൾ പറഞ്ഞിരിക്കുന്ന സബ്ജക്റ്റ്. യുവിന്റെ കൂടെ എസ് വരാൻ പാടില്ല എന്ന് നമ്മൾ കഴിഞ്ഞ വർഷം ഓർമ്മിപ്പിച്ചതല്ലേ. അപ്പൊ പിന്നെ നമുക്ക് SE ഇറക്കേണ്ട ആവശ്യമില്ല. യു. ഇനി ഇവിടെ പറയുന്നത് പ്രസന്റ് ടെൻസ് ഉപയോഗിക്കാനാണ്. നമുക്കറിയാം ഗോ പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ് വെന്റ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഗോൺ, ഗോ വെന്റ് ഗോൺ എന്നാണ്. അപ്പോ ഗോയാണ് ഇവിടുത്തെ ശരി, വെന്റല്ല ഗോ. ഒരാള് വെന്റിന്ന് തന്നെ എഴുതിയിട്ടുണ്ടായിരുന്നു, അത് ഞാൻ തന്നതാണ്. അതിന്റെ കറക്റ്റ് പ്രസന്റ് ടെൻസ് ഉപയോഗിക്കുമ്പോൾ വെന്റ് എന്നുള്ളതിന്റെ പ്രസന്റ് ടെൻസ് വെന്റ് പാസ്റ്റ് ആണ്, പ്രസന്റ് ടെൻസ് ഗോ ആണ്. ഓക്കെ, അടുത്തത് ആറാമത്തത് they THEY, they often, OFTEN, often dash vegetables, VEGITABLES. They often dash vegetables. ബ്രാക്കറ്റില് 8, ATE, ബ്രാക്കറ്റ് കൊടുക്കുക. ഓക്കെ, അതിന്റെ കറക്റ്റ് ടെൻസ് ഉപയോഗിക്കുക, പ്രസന്റ് ടെൻസ് ഉപയോഗിക്കുക. ഓക്കെ ഓക്കെ, എഴുതിയിരിക്കുന്ന എല്ലാവരും ശരിയാണ്. ഡാൻ വർഗീസ്, ആതിര, ജിബിൻ, ശ്രുതി, സോജ, അതുല്, നീതു, ഗിരീഷ്, അഫ്ര, അൻവർ, സിന്ധു, വിസ്മിത, രമ്യ, ഓക്കെ ഓക്കെ, രസിയ, അഞ്ജന, ശ്രീലക്ഷ്മി, വിദ്യ, വിനീത്, ഓക്കെ 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 ഓക്കെ, ഓക്കെ ശരിയാണ്, ഇത് എഴുതിയേക്കുന്നത് ശരിയാണ്.
ഓക്കെ 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 ശരിയാണ്. ഓക്കെ ഓക്കെ ഇനി അടുത്തത് നോട്ട് ചെയ്ത് കേട്ടോ. ഓക്കെ ഓക്കെ അടുത്തത് നെക്സ്റ്റ് സെന്റൻസ് ഓക്കെ ഓക്കെ. വസന്ത VASANTH വസന്ത VASANTH വസന്ത generally 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 dash to the picture PICTURE picture. അപ്പോൾ ഒന്നുകൂടി പറയാം. വസന്ത generally dash to the picture PICTURE ബ്രാക്കറ്റില് go GO. ഓക്കെ വിനീത് എഴുതിയിട്ടുണ്ട്. രമ്യയിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. വിവേകിലും ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ആതിരക്കും പറ്റിയിട്ടുണ്ട്. മോനിഷ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. രേഷ്മക്കും ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ബാക്കിയുള്ളവര് റേൻബോ സതീഷ്, ചിഞ്ചു, ഹരീഷൻ, ലിയ, ജിബിൻ, റസിയ, ജോഷി, ശുഷ, ഐശ്വര്യ, ആര്യ, ആതിര, സിഞ്ചു, സുഹൈബ്, അനുശ്രീ, ഡാൻ വർഗീസ്, ഫാർവിൻ, സജിത, ലിൻഷ, ഡയാന, ജോഷി, ആദിത്യ, ഫാർവിൻ. ഓക്കെ 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 ഇപ്പൊ ശരിയാക്കി അല്ലേ? ഓക്കെ ഓക്കെ നോക്കൂ ഇവിടെ നോക്കട്ടെ. കറക്റ്റ് ആണ് ഇപ്പൊ കറക്റ്റ് ചെയ്ത് നോക്കി. വസന്ത ജനറലി ഡാഷ് ടു ദ പിക്ചർ. വസന്ത പൊതുവെ സിനിമയ്ക്ക് പോകാറുണ്ട് എന്നാണ് പറയുന്നത്. വസന്ത എന്ന് പറയുമ്പോൾ നമുക്കറിയാം സബ്ജക്റ്റ് സിംഗുലർ ആണ്. അപ്പോ വെർബിന്റെ കൂടെ എന്ത് വേണം? യെസ് വേണം. ഗോ എന്നാണ് കൊടുത്തേക്കുന്നത്. ഗോയുടെ കൂടെ മാത്രം വെറുതെ എസ് ചേർത്താൽ പോരാ, അതിന്റെ കൂടെ ഒരു ES ആണ് ചേർക്കേണ്ടത്. ES GOES അല്ല, GOES. എല്ലാവരും അത് കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. GOES ഗോസ് കറക്റ്റ് ആണ്. GOE. അപ്പൊ ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ത് വരും? വസന്ത ജനറലി ഗോസ് ടു ദി പിക്ചർ. ഓക്കെ അടുത്തത് വിമല VIMALA വിമല always 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 dash English ENGLISH English. ഞാൻ കൂടി പറയാം. വിമല always dash English. വിമല always dash English. ബ്രാക്കറ്റില് സ്പീക്ക് SPEAK സ്പീക്ക് എഴുതിക്കോളും. ഓക്കെ ഓക്കെ ആദിത്യ, അഫ്രിയ, ആതിര എല്ലാം എഴുതിയാണ് കറക്റ്റ് ആണ്. വിസ്മിത, വിദ്യ, സുജ, അനുശ്രീ, ഗംഗ. ഞാൻ പേര് വായിച്ചില്ല എന്ന് ചോദിച്ച് വിഷമിക്കാനിട്ട്. അപ്പോ ശ്രുതിയിൽ ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, അത് കറക്റ്റ് ചെയ്യണം. ഓക്കെ 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 എല്ലാവരും കീർത്തി, രശ്മ, ആതിര, ഓക്കെ ഓക്കെ ഡയാന, ഓക്കെ ഓക്കെ ശരിയാണ്. ഓക്കെ 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 വിമൽ ഓൾവേസ് പ്ലീസ്. ഓക്കെ ഓക്കെ ഇനി ഒരെണ്ണം കൂടി പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം കേട്ടോ. അപ്പൊ ഇതുകൂടെ ശരിയാണ്. ഓക്കെ വിമല
ഓൾവേസ് ഡാഷ് ഇംഗ്ലീഷ്. സ്പീക്കാണ്, സംസാരിക്കുക. അപ്പൊ നമുക്കിവിടെ നോക്കുമ്പോൾ അറിയാം, വിമല എന്ന് പറയുമ്പോൾ എത്ര ആളുണ്ട്? ഒരാളേ ഉള്ളൂ. അപ്പൊ വെർബിന്റെ കൂടെ എന്ത് ചേർക്കണം? ഒരു എസ് ചേർക്കുക. വിമല ഓൾവേസ് സ്പീക്സ്, SPEAKS. അപ്പൊ ഇവിടെ ഒരാൾക്ക് സംശയം തോന്നിയിട്ടുണ്ട്, എവിടെയാണ് ESC ചേർക്കേണ്ടത്, എവിടെയാണ് SC ചേർക്കേണ്ടത് എന്നൊരു ചെറിയ സംശയം തോന്നിയിട്ടുണ്ട്. അത് കുറച്ച് നമ്മളിങ്ങനെ എഴുതി വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഗോയുടെ കൂടെയാണ് ES വരുള്ളൂ, അപൂർവ ചില വാക്കിന്റെ കൂടെയൊക്കെ ഇത് ES വരുള്ളൂ, ബാക്കിയുള്ളതിന്റെ കൂടെയൊക്കെ S ആണ്. അത് നമ്മൾ ചെയ്ത് തന്നെ പഠിക്കണം. ഓക്കെ, അപ്പൊ ഇവിടെ ആൻസർ വിമല ഓൾവേസ് സ്പീക്സ് ഇംഗ്ലീഷ്. പറഞ്ഞോളൂ, 9ാമത്തെ ഞാൻ വിശ്വസിക്കുന്നു. ദി സൺ, SUN സൺ കേട്ടോ. ദി സൺ ഡാഷ്, ദി സൺ SUN സൺ ഡാഷ് ഇൻ ദി West, WEST, West. The sun dash in the West, WEST, West. ബ്രാക്കറ്റില് സെറ്റ്. അയ്യോ, ഞാൻ വാക്ക് പറഞ്ഞിട്ടില്ല. ആൽഫി, സെറ്റാണ്, സെറ്റ്. ഓക്കെ 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 ആ ശരിയാണ്. ഓക്കെ ഓക്കെ എല്ലാവരുടെയും ശരിയാണ്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ എക്സ്പെർട്ടായത് മനസ്സിലായി. നൗ യു ബിക്കേം എക്സ്പെർട്ട്. ഓക്കെ 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 തെറ്റായാലുമില്ല, എല്ലാവരും ശരിയായിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ 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 ശരി. ഓക്കെ ശരിയാണ്, എല്ലാവരും ശരിയാണ്, അതിലൂടെ ശരിയാണ്. സജിത ഓക്കെ 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 ഓക്കെ. അപ്പൊ ഇത്രയും നമ്മൾ പറഞ്ഞതില് ആദ്യത്തെ ഒരെണ്ണം ഞാൻ പറഞ്ഞു, അതായത് ഐ ഡാഷ് ടു ചർച്ച് എവരിഡേ എന്നുള്ളത് പറഞ്ഞു. ബാക്കി ഞാൻ 8 കൂടെ പറഞ്ഞു. അത് 8 ശരിയായ എത്ര പേരുണ്ട്? ഒരു കമ്പ്യൂട്ടർ മതി. 8 ശരിയായവര്. വെരി ഗുഡ്, വെരി ഗുഡ്. രാധിക, സിയ, ഓക്കെ ഓക്കെ 8 ശരിയായവര്. ഇനി 7 ശരിയായവര്, 7. ഓക്കെ 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 ഓക്കെ. 5 താഴെ പോയ 5 താഴെ വന്നവരുണ്ടാവില്ലെന്ന് എനിക്കറിയാം. അപ്പൊ അതുകൊണ്ട് 7. ഇനി 6 ശരിയായവര്. ഓക്കെ 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 വെരി ഗുഡ്, വെരി ഗുഡ്. ശരിയാണ്. ഓക്കെ ഓക്കെ വെരി ഗുഡ്. ഇനി തൽക്കാലത്തേക്ക് നിങ്ങൾ ഇനി, അപ്പൊ നിങ്ങളതൊന്ന് എക്സ്പെർട്ട് ആണെന്ന് ഞാൻ നോക്കി, നിങ്ങൾ തൽക്കാലത്തേക്ക് ആ പേനയും കടലാസും ഒക്കെ മാറ്റി വെച്ചിട്ട് ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് പുതിയൊരു കാര്യത്തിലോട്ട് നമുക്ക് കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞത് അവസാനിപ്പിച്ചത് ഞാൻ കൂടി പറയാണ്. സിമ്പിൾ പ്രസന്റിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞത്. സിമ്പിൾ പ്രസന്റ് എഴുതുമ്പോൾ സബ്ജക്റ്റും വെർബിന്റെ പ്രസന്റ് ടെൻസും എന്ന് പറഞ്ഞു. അതിനോടൊപ്പം തന്നെ സിമ്പിൾ പ്രസന്റ് നെഗറ്റീവ് വാചകം എഴുതുകയാണെങ്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും ഡു നോട്ട് എന്ന് ചേർക്കണമെന്ന് നമ്മൾ പറഞ്ഞു. അതിൽ പറഞ്ഞത് ഇപ്പൊ നോക്കി, ഐ ഡു നോട്ട് വർക്ക്, ഞാൻ ജോലി ചെയ്യാറില്ല. ദേ ഡു നോട്ട് ലുക്ക്, അവർ നോക്കാറില്ല. അതുപോലെ അപ്പൊ അത് പതിവിനെ സൂചിപ്പിക്കുന്ന ആക്ഷനാണ്. പതിവ്. നിങ്ങളും പതിവായിട്ട് ചെയ്യാത്ത, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്യാത്ത ഒരു കാര്യം എന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞു. നിങ്ങൾ പതിവായിട്ട് ചെയ്യാത്ത കാര്യം. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. എനിക്ക് വേണമെങ്കിൽ പറയാം, ഐ ഡു നോട്ട് യൂസ് ഇംഗ്ലീഷ് മെഡിസിൻ, ഞാൻ ഇംഗ്ലീഷ് മെഡിസിൻ ഉപയോഗിക്കാറില്ല. അല്ലെങ്കിൽ ഐ ഡു നോട്ട് ബീറ്റ് മൈ ചിൽഡ്രൻ, ഞാൻ എൻ്റെ കുട്ടികളെ തല്ലാറില്ല. നിങ്ങളുടെ ജീവിതത്തിലുള്ള നിങ്ങൾ പതിവായിട്ട് ചെയ്യാതിരിക്കുന്ന ഒരു കാര്യം പറയും. ഓക്കെ, ഒരാൾ പറഞ്ഞിട്ടുണ്ട് ഐ ഡു നോട്ട് ഈറ്റ് മട്ടൺ. അതൊരു പറഞ്ഞു, ഞാൻ മട്ടൺ കഴിക്കാറില്ല. ഐ ഡു നോട്ട് ഈറ്റ് ജങ്ക് ഫുഡ്. അടുത്ത ആൾ പറഞ്ഞു. നിങ്ങൾ ആലോചിക്കുക, ഡു നോട്ട് വെച്ച് സെന്റൻസ് നമുക്ക് വേണ്ടത്, അത്രേ ഉള്ളൂ. ഡു നോട്ട് നിങ്ങളൊന്നും മറന്നുപോലെ. ഐ ഡു നോട്ട് ഈറ്റ് എഗ്, ഐ ഡു നോട്ട് യൂസ് മേക്കപ്പ്. വെരി ഗുഡ്. ഐ ഡു നോട്ട് ഗോ ടു എക്സാം ഡെയിലി. ഐ ഡു നോട്ട് എക്സസൈസ്.
Okay. I do not walk every day. I do not drink tea. I do not eat beef. I do not talk unnecessarily. Very good. I do not do yoga. I do not wake up early in the morning. I do not drink coffee. I do not play dance. I do not use smoking. I do not use the word. I do not smoke എന്ന് പറഞ്ഞാൽ മതി. ആ സ്മോക്കിനുണ്ട് യൂസ് എന്നുള്ള വേർഡ് കേട്ടോ. ഐ ഡു നോട്ട് ഈറ്റ് എഗ്. ഐ ഡു നോട്ട് ഈറ്റ് ഷുഗർ. ഷുഗറിന് സ്പെല്ലിംഗ് ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. ഐ ഡു നോട്ട് വാച്ച് TV. ഐ ഡു നോട്ട് യൂസ് മൊബൈൽ ഫോൺ. ഐ ഡു നോട്ട് സ്റ്റഡി എവറി ഡേ. ഓക്കെ. ഐ ഡു നോട്ട് വെച്ച് നിങ്ങൾ പറഞ്ഞു. ഞാനത് ചെയ്യാറില്ല, പോകാറില്ല, പഠിക്കാറില്ല എന്ന് നിങ്ങൾ പറഞ്ഞു. ഓക്കെ, വെരി ഗുഡ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിന്റെ തന്നെ ഒരു ചോദ്യം ഉണ്ടാക്കി. അപ്പൊ ഞാൻ പറയാം. ഓക്കെ, ഞാൻ പറയാൻ ശ്രദ്ധിച്ചാൽ മതി. അവർ വരാറുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ഹി കംസ് എന്ന് പറഞ്ഞു. സോറി, ദേ കം എന്ന് പറഞ്ഞു. അവർ വരാറുണ്ട് എന്നുള്ളതിന് ദേ കം എന്ന് നമ്മൾ പറഞ്ഞു. അവർ വരാറില്ല എന്നുള്ളതിന് ദേ ഡു നോട്ട് കം എന്ന് പറഞ്ഞു. ഞാനിനി ഒന്ന് മാറ്റം വരുത്തുകയാണ്. അവർ വരാറുണ്ടോ? ഞാൻ അത് ചോദ്യമാക്കി മാറ്റി. ഒരു ചോദ്യമാക്കി. അവർ വരാറുണ്ടോ? അപ്പൊ അതിൽ എഴുതിയിട്ടുണ്ട് ഡിഡ് യു കം എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ ഡിഡ് ഹി കം എന്ന് എഴുതിയിട്ടുണ്ട്. അവരാണ് ദേ, അവർ കേട്ടോ. അവരുടെ എഴുതിയിട്ടുണ്ട് ഡു ദേ കം, ഡോൺ ദേ. ശരണ്യമോൾ ഡു ദേ കം. സിന്ധു ഡോണ്ട് ദേ കം. റൂബി ദേ ഡിഡ് യു കം. ഓക്കെ. യു ഡോണ്ട് യു ഡു ദേ കം. ഓക്കെ. ശരി. ഇനി നമുക്ക് ഇതൊന്ന് ഓർത്തിരിക്കാനായിട്ട് ചെറിയൊരു കാര്യം നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. ഒരു ഫോർമുല പോലെ അല്ലെങ്കിൽ ഒരു ടെക്നിക്ക് പോലെ ഓർത്താൽ മതി. നോക്കാം. ഓക്കെ. ശരിയല്ല. അപ്പൊ കുറച്ച് പേര് തെറ്റിയിട്ടുണ്ട്. തെറ്റിയേക്കണ ഒരു ഉദ്ദേശം പറയും. നോക്കാം. ഓക്കെ. സജിത, മുഹാസിന ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ബിസ്മിതൊക്കെ ഉണ്ട്. ഓക്കെ. നോക്കാം. അവർ വരാറുണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ദേ കം. അവർ വരാറില്ല എന്ന് പറഞ്ഞപ്പോൾ ദേ ഡു നോട്ട് കം. ഇനി അവർ വരാറുണ്ടോ അത് ചോദ്യമാക്കാൻ വേണ്ടിയിട്ട് ദേ ഡു നോട്ട് കം എന്ന് നമ്മൾ പറഞ്ഞില്ല. നോട്ട് അങ്ങോട്ട് കളയാം. നോട്ട് കളഞ്ഞിട്ട് ഡു ആദ്യം പറയാം. ഡു എടുത്ത് ആദ്യം പറയാം. അപ്പൊ എന്തായി? ഡു ദേ കം. അവർ വരാറുണ്ടോ? ഡു ദേ കം. അവർ വരാറുണ്ടോ? ഓക്കെ. അവർ വരാറുണ്ടോ എന്നായി പിടികിട്ടിയല്ലോ. ഇനി നിങ്ങൾ പഠിക്കാറുണ്ടോ എന്നാണെങ്കിൽ ഡു യു സ്റ്റഡി. കണ്ടോ? ഡു യു സ്റ്റഡി. നിങ്ങൾ പഠിക്കാറുണ്ടോ? ഡു യു സ്റ്റഡി. ഡു യു റീഡ്. നിങ്ങൾ വായിക്കാറുണ്ടോ? നിങ്ങൾ വായിക്കാറുണ്ടോ? ഡു യു റീഡ്. ഓക്കെ. ഞാനിത് ഓൾ മ്യൂട്ട് ഒന്ന് ക്യാൻസൽ ചെയ്യണേ. ഒരു കാര്യം കൂടിയുണ്ട്. അത് മനസ്സിലായില്ലേ? ഇത് ഡു ആദ്യം വെച്ച് പറയാന്നുള്ള പിടികിട്ടി കാണുമല്ലോ. ഓക്കെ സാർ. ഇനി ഓക്കെ. അപ്പൊ ഡു വെച്ചിട്ട് ആദ്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് മാറ്റാൻ പറ്റുന്നത് മനസ്സിലായി. ഇനി നിങ്ങളിൽ ധൈര്യമുള്ള ഒരാളൊന്ന് മുന്നോട്ട് വന്നേ. ഐ ആം റെഡി എന്ന് ആരെങ്കിലും ഒരാൾ പറഞ്ഞു. ഇവിടെ 176 പേര്. വെരി ഗുഡ്. ആദ്യം തന്നെ ആ റെഡി എന്ന് പറയാനായിട്ട് കാണിച്ച ആ മനസ്സിൽ ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാജുലേഷൻ. പേര് അതുല്യ. ഞാൻ ഡു വെച്ചിട്ട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കണം. ഡു വെച്ചിട്ട് എത്തിക്കോട്ടെ, നോ പ്രോബ്ലം. എത്തുക എന്നുള്ളത് ഒരു വിഷയമേ. ഡു വെച്ചിട്ട് ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കണം. So my first question, do you get up at 6 o'clock in the morning? Yes, sir. Yes. Apo uttara bara. Yes, I get up 6 early morning. Okay. Apo namukku adhe sentence ne vechu parayam. Yes, I get up at 6 o'clock in the morning. Yes, I get up
at 6 o'clock in the morning. നമുക്ക് പറയുന്നതിൽ മിസ്റ്റേക്ക് ഒന്നും വിഷയമില്ല കേട്ടോ. പറയുന്നതിൽ ഗ്രാമർ പോയാൽ അതൊന്നും ഒരു വിഷയമല്ല, പറയുക എന്നുള്ളത് മാത്രമേ. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. ഡു യു പ്രേ? പ്രേ എന്ന് വെച്ചാൽ പഠിപ്പിക്കുക. ഏസാണ് നോണോ പറഞ്ഞ? Yes, I am play. ഓക്കെ, യെസ് ഐ പ്രേ. ഐ ആം പ്രേ എന്ന് പറയണ്ട, ഐ പ്രേ. ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്, മറ്റൊന്നും വേണ്ട, ഐ പ്രേ. ഇനി ഞാൻ അടുത്ത ചോദ്യം ചോദിക്കുകയാണ്. അപ്പൊ ഇതിപ്പോ പറഞ്ഞു കഴിഞ്ഞിട്ട് മനസ്സിലായി ഇംഗ്ലീഷിനോടൊക്കെ കുറച്ച് താല്പര്യമുള്ള ആളാണെന്ന് മനസ്സിലായതുകൊണ്ട് ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. വാട്ട് ഈസ് യുവർ അംബിഷൻ ഇൻ യുവർ ലൈഫ്? അംബിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആഗ്രഹം ഉണ്ടാവില്ല, നമുക്ക് ആഗ്രഹം. വാട്ട് ഈസ് യുവർ അംബിഷൻ ഇൻ യുവർ ലൈഫ്? My ambition is to get a job. To get a job. Independent. അപ്പോ My ambition is English speak. My ambition is English speaks. English speak. Okay. അപ്പൊ യുവർ അംബിഷൻ ഈസ് ടു സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്. ഇംഗ്ലീഷിൽ സംസാരിക്കുക എന്നുള്ളതാണ്. ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ. ഐ ആസ്ക് യു വൺ മോർ ക്വസ്റ്റ്യൻ. അറ്റ് സ്കൂൾ ലെവൽ യു സ്റ്റഡിഡ് ഫിസിക്സ്, ഹിസ്റ്ററി, ബയോളജി, English. Which subject you like most? Sir, clear ആവുന്നില്ല, പറയുന്നത് വ്യക്തമാവുന്നില്ല. ബാക്കിയുള്ളവരൊന്നും മ്യൂട്ട് ചെയ്താൽ മതിയാവും സാർ. കേട്ടോ, സംസാരിക്കുന്ന ആള് മാത്രം ഓണാക്കുക. ഓക്കെ, at the school level you studied different types of subjects, physics, maths, English. Which subject you liked the most at that time? Which subject? ഏത് സബ്ജക്റ്റ് ആയിരുന്നു പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ? വിച്ച് സബ്ജക്ട് യു ലൈക്ക് മോസ്റ്റ്? മാത്സ് ഈസ് എ സൈൻ ഓഫ് ജീനിയസ്. ജീനിയസ് ഒക്കെ ഉപയോഗിക്കുന്ന ജീനിയസുകാരാണ് എപ്പോഴും മാത്സിൽ എക്സ്പെർട്ട് ആവുക. അപ്പൊ യു ആർ എ ജീനിയസ് അല്ലേ? മാത്സിന് ഇഷ്ടമല്ലേ? വെരി ഗുഡ്. ഞാൻ ഫിസിക്സ് ആയിരുന്നു സാർ. ഫിസിക്സ്. ഓക്കെ. And you told me that you want to speak in English. English സംസാരിക്കണമെന്ന് ആഗ്രഹമെന്ന് പറഞ്ഞു. So, yes, sir. I ask you one more question. Can you become an English teacher? Yes. Yes. You want to become an English teacher? Thank you, sir. You may become an English teacher. Okay. ഞാൻ ഇത് പറയാനായിട്ടും ഇത് ഇത്രയും എനിക്ക് പറയാൻ സാധിക്കുമെന്നുള്ള കോൺഫിഡൻസ് പറഞ്ഞതാണ്. ഓക്കെ, അടുത്തൊരാൾ കൂടി വാ. ഐ ആം റെഡി. അർത്തുല്ലേ? ഐ ആം റെഡി എന്ന് പറഞ്ഞാൽ ഒരു ബലക്കുറവുണ്ടല്ലോ, അത് ബലത്തിൽ പറയാം. ഐ ആം റെഡി. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ നേരത്തെ ചോദിച്ച ആ ചോദ്യം ഞാൻ വീണ്ടും ചോദിക്കുന്നു. വാട്ട് ഈസ് യുവർ അംബിഷൻ ഇൻ യുവർ ലൈഫ്? My ambition is a good woman. I am wishing. What you want to become? എന്തായി തീരുവാനാണ് ആഗ്രഹം? ബിക്കം ആയി തീരുക. വാട്ട് യു വാണ്ട് ടു ബിക്കം? That is your ambition. What you want to become? എത്തിക്കോട്ടെ, പറഞ്ഞോ. ഉള്ള ആഗ്രഹം പറഞ്ഞാൽ മതി. I become an independent woman. I want to become an independent woman. ഒരു സാമ്പത്തികമായിട്ടും അല്ലാതെയും ഒരു വളരെ സ്വതന്ത്രയായ ഒരു ലേഡിയായിട്ട് മാറണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹം. Why did you think so? Why? ഞാൻ ചോദ്യം പിടികിട്ടെന്ന് വിചാരിക്കുന്നു. Why did you think so? എന്തുകൊണ്ടാണ് അങ്ങനെ ചിന്തിച്ചത്? Why did you think so? There may be some reasons that force you to think so. അപ്രകാരം ഒരു ചിന്തയിലേക്ക് എത്താനായിട്ട് പ്രേരിപ്പിച്ച കാരണങ്ങൾ ഉണ്ടാവില്ല. എല്ലാം പറയാനല്ല, എന്തെങ്കിലും പറയണം. നമുക്ക് ഇംഗ്ലീഷ് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. മൈ ഫാമിലി പ്രോബ്ലംസ് ദാറ്റ് ഫോഴ്സ്ഡ് മീ തിങ്ക് സോ. മൈ ഫിനാൻഷ്യൽ ഡിഫിക്കൽട്ടീസ് ദാറ്റ് ഫോഴ്സ്ഡ് മീ ടു തിങ്ക് സോ. അല്ലെങ്കിൽ മൈ സോഷ്യൽ സെറ്റപ്പ് ഓഫ് ദ സറൗണ്ടിങ്സ് അല്ലെങ്കിൽ സൊസൈറ്റി ദാറ്റ് ഫോഴ്സ്ഡ് മീ ടു തിങ്ക് സോ. എൻ്റെ സാമൂഹ്യ ചുറ്റുപാടുകൾ അല്ലെങ്കിൽ എൻ്റെ ജീവിത സാഹചര്യങ്ങൾ അല്ലെങ്കിൽ എൻ്റെ സാമ്പത്തിക പ്രശ്നങ്ങൾ, അതാണ് എന്നെ കൊണ്ട് ഇങ്ങനെ ചിന്തിപ്പിച്ചത്. ഒരു ഉത്തരം പറയും.
ചോദ്യം ഞാൻ ചോദിച്ചിട്ടുണ്ടെങ്കിലും ഉത്തരത്തിനുള്ള സ്കോപ്പ് ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. I protect my children. ഓക്കെ, ഇത് ക്ലിയർ ആയില്ല? എത്തിക്കോട്ടെ, ധൈര്യമായിട്ട് പറയും. സിറ്റുവേഷൻ ഇൻ എനി ടൈം. മൈ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ ഇൻ ദ ടൈം, അതല്ലേ ഉദ്ദേശിച്ചത്? ഓക്കെ ഓക്കെ, അതല്ലേ ഉദ്ദേശിച്ചത്? മൈ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ ഇൻ ദിസ് ടൈം, അതല്ലേ ഉദ്ദേശിച്ചത്? യെസ് 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 യെസ്. ഓക്കെ, ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. നൗ ഡു യു വാണ്ട് ടു ബിക്കം എ റിച്ച് ലേഡി? റിച്ച് ലേഡി, ഡു യു വാണ്ട് ടു ബിക്കം എ റിച്ച് ലേഡി? നോ സർ. No. Yes. You told me that you have finance problem. I asked you that you want to become a rich lady എന്ന് പറയുമ്പോൾ നോ എന്ന് പറയുന്നു. നിങ്ങൾക്ക് സാമ്പത്തിക പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു, നിങ്ങൾക്ക് ഒരു പണക്കാരിയായ സ്ത്രീയായിട്ട് മാറാൻ ആഗ്രഹമുണ്ടെന്ന് ചോദിച്ചപ്പോൾ അത് ആഗ്രഹമില്ലാന്ന് പറഞ്ഞു. Of course. Of course. But then there is a paradox. Paradox ഒരു വിരോധാഭാസം. There is difference. Why you think so? എന്താ അങ്ങനെ ചിന്തിച്ചത്? നമുക്ക് ഉത്തരത്തിന്റെ പ്രശ്നമൊന്നും ഇല്ലട്ടോ. നിങ്ങൾ ഇഷ്ടമുള്ളത് പറഞ്ഞു, ഒരു ഉത്തരം പറയാൻ വേണ്ടിയിട്ട് ഞാൻ ചോദിച്ചത് മാത്രമേ ഉള്ളൂ. കുഴപ്പമില്ല, ഓക്കെ, കുഴപ്പമില്ല. ആലോചിച്ചിട്ട് ഇടയ്ക്ക് പറയാൻ നമുക്ക്. ഓക്കെ, അപ്പൊ എപ്പോഴും ഇത് ഞാനിത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു ഇന്റർവ്യൂവില് എന്തെങ്കിലും പങ്കെടുക്കുമ്പോൾ നമ്മളോട് ഒരു ചോദ്യം ചോദിക്കുമ്പോൾ നമ്മൾ കയറി ഉത്തരം പറയുമ്പോൾ ആ ഉത്തരം ഒരുപക്ഷെ അടുത്ത ചോദ്യം ചോദിക്കാനുള്ള ഒരു ചാൻസ് ഇട്ട് കൊടുക്കുന്നതാണ്. അപ്പൊ എപ്പോഴും നമ്മളൊരു ഉത്തരം പറയുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇനിയും ഒരു 5 ചോദ്യം കൂടി വരും എന്നുള്ളൊരു ചിന്ത നമുക്ക് എപ്പോഴും ഉണ്ടാകണം. ഇപ്പൊ സാധാരണ ഇതിന് ചോദിക്കുന്ന ഒരു ചോദ്യം, വാട്ട് ഈസ് യുവർ ഹോബി എന്ന് ചോദിക്കും. ഉടനെ തന്നെ എല്ലാവരും കേട്ട് പറയും മൈ ഹോബി ഈസ് റീഡിങ്. അപ്പോ അതിനകത്തുള്ളൊരു അപകടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റീഡിങ് ഹോബി ആയിട്ട് എടുത്തിരിക്കുന്ന ആളാണെങ്കിൽ കുഴപ്പമില്ല. നേരെ മറിച്ച് റീഡിങ് ഹോബി ആയിട്ട് എടുക്കാതെ വെറുതെ നമ്മൾ പറഞ്ഞതാണെങ്കിൽ ഉടനെ ഇന്റർവ്യൂ അടുത്ത ചോദ്യം ചോദിക്കും, which type of books you read? എങ്ങനെയുള്ള പുസ്തകങ്ങളാണ് നിങ്ങൾ വായിക്കുന്നതെന്ന് ചോദിക്കും. അപ്പൊ എങ്ങനെയുള്ള പുസ്തകങ്ങളാണ് നിങ്ങൾ വായിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പുസ്തകങ്ങൾ വായിക്കുന്നില്ല എങ്കിലും നമ്മളൊരു വെയിറ്റ് കിട്ടാൻ വേണ്ടി പറയും ഐ റീഡ് ഓട്ടോബയോഗ്രഫി, ഞാൻ ജീവചരിത്ര പുസ്തകങ്ങളൊക്കെയാണ് വായിക്കുന്നത് കൂടെ. അപ്പൊ ഈ ഇന്റർവ്യൂ ബോർഡിലിരിക്കുന്ന ആള് ചിലപ്പോൾ ഇഷ്ടംപോലെ ഓട്ടോബയോഗ്രഫി വായിച്ചിട്ടുള്ള ആളായിരിക്കും. അയാൾ ചിലപ്പോൾ 5 ഓട്ടോബയോഗ്രഫിയുടെ പേര് പറഞ്ഞിട്ട് പറയും ഇതെല്ലാം നിങ്ങൾ വായിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കും. അപ്പൊ നമ്മൾ പറയും ഇത് വായിച്ചിട്ടില്ല. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ പുള്ളി ചോദിക്കും, നെയിം ദ ഓട്ടോബയോഗ്രഫി ദാറ്റ് യു ഹാവ് റെഡ് ലാസ്റ്റ്. നിങ്ങൾ ഏറ്റവും അവസാനം വായിച്ച ആ ഓട്ടോബയോഗ്രഫിയുടെ പേരൊന്ന് പറയാൻ പറയും. അപ്പോഴും നമുക്കൊന്നും പറയാനുണ്ടാവില്ല. അപ്പൊ എപ്പോഴും നമ്മളൊരു ചോദ്യത്തിന്റെ ഉത്തരം ഒരു സാധനം പറയുമ്പോൾ അതിൻ്റെ അകത്ത് അടുത്ത ക്വസ്റ്റ്യൻസിനുള്ള സാധ്യതകൾ ഇട്ട് കൊടുക്കരുത്. ആ സാധ്യതകൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ പിന്നീട് വരും എന്ന് നമ്മൾ എപ്പോഴും ഓർക്കുക. നമ്മൾ whenever you go for an interview, please aware of this. ഈ കാര്യത്തെ കുറിച്ച് എപ്പോഴും നിങ്ങൾ ബോധവാന്മാരായിരിക്കും. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞത് ഡു വെച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്ന രീതിയെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. നിങ്ങളുടെ പോസിറ്റീവ് മൈൻഡിന് എല്ലാവർക്കും ഞാൻ അഭിനന്ദനം അർഹിക്കുകയാണ്. നിങ്ങളെ പറയാനൊരു മനസ്സ് കാണിച്ചില്ലേ. അവസരവും സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മളിങ്ങനെ മാറി നിന്ന് കഴിഞ്ഞാൽ ടൈം ആൻഡ് ടൈം വെയിറ്റ് ഫോർ നൺ ആണ്. സമയവും കാലവും ആർക്ക് വേണ്ടി കാത്തു നിൽക്കില്ല, അതിങ്ങനെ കടന്നു പോകും. തിരിച്ചു കിട്ടാത്തായിട്ട് എന്തേ ഉള്ളൂ, ഈ സമയം മാത്രമേ ഉള്ളൂ. പോയി കഴിഞ്ഞാൽ പോയി, പിന്നെ തിരിച്ചു കിട്ടില്ല. അപ്പോൾ ഓരവസരങ്ങൾ വരുമ്പോൾ ആ അവസരത്തിനൊക്കെ അങ്ങോട്ട് റിയാക്ട് ചെയ്യും, അല്ലെങ്കിൽ അത് ഉപയോഗിക്കും. ഓക്കെ, അപ്പൊ വീണ്ടും ഞാൻ സിമ്പിൾ പ്രസന്റിലോട്ട് വരുന്നു. എപ്പോഴും സിമ്പിൾ പ്രസന്റ് എന്ന് പറഞ്ഞ് നിങ്ങൾ ബോറടിപ്പിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത് ഒരു കോൺവെർസേഷൻ കൂടി എടുത്തിട്ടുണ്ട്. ഇനിയും നമ്മൾ പല പല കാര്യങ്ങൾ നമ്മൾ ഇതിനെ കുറിച്ച് പറയും. അപ്പോഴൊക്കെ ഞാൻ പറയുമ്പോൾ തന്നെ ഓക്കെ റെഡി എന്നുള്ള മട്ടിലേക്ക് വരിക. ചിലപ്പോൾ നമുക്ക് 2 പേര് സംസാരിക്കുക, 2 പേർക്ക് വഴിയിൽ വെച്ച് എന്തെങ്കിലും സംസാരിക്കും. നമ്മുടെ മനസ്സിൽ ഐഡിയാസ് ഒക്കെ നമ്മുടെ മനസ്സിലുണ്ടാവും, പക്ഷെ നമുക്കത് പറയാനായിട്ട് അങ്ങനെ ഒരു ചളിപ്പുണ്ടാവും. അതുമല്ലാന്നുണ്ടെങ്കിൽ ആ കറക്റ്റ് വാക്ക് കിട്ടാത്തൊരവസ്ഥയുണ്ടാവും. അതുകൊണ്ട് ഇന്ന് നിങ്ങളൊരു തീരുമാനമെടുക്കുന്നു. എല്ലാ ദിവസവും ഒരു പുതിയ വാക്ക് ഞാൻ ഉറങ്ങുന്നതിന് മുമ്പ് പഠിച്ചിരിക്കും. ഒരെണ്ണം, ആ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ആ ഡിക്ഷണറി വന്നിട്ട് ഒരെണ്ണം മതി, ഓൺലി 1. നമുക്ക് അറിയാൻ പാടുന്ന വാക്ക് പഠിക്കാം, പുതിയൊരു വാക്ക് ഒന്ന് പഠിച്ചേക്കാം, എന്നിട്ട് അങ്ങനെ ഉറങ്ങിക്കോ. അപ്പൊ 1-2 പ്രാവശ്യം മനസ്സിൽ പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് അതങ്ങനെ ഉറങ്ങിക്കോ. അങ്ങനെ വരുമ്പോൾ
ഒരു വർഷം കഴിയുമ്പോൾ 365 പുതിയ വാക്ക് നമ്മുടെ മനസ്സിലുണ്ടാകും. വി വിൽ ഗെറ്റ് ഈ 365 വാക്ക് പുതിയ വാക്കുകൾ. അപ്പൊ ഇന്ന് നമ്മൾ തീരുമാനിക്കും, ഓക്കെ, ഒരു വാക്ക് ഒരു ദിവസം ഞാൻ പഠിച്ചിരിക്കും. ഒരു വാക്ക് ഒരു ദിവസം ഞാൻ പഠിക്കും. ഒരെണ്ണമല്ലേ ഉള്ളൂ. എത്രയോ നടക്കാൻ പറ്റാത്ത കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നു. എത്രയോ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുന്നു. ഇന്ന് മുതൽ നമുക്ക് തീരുമാനിക്കുന്നു, കിടക്കുന്ന മുറിയുടെ സമീപത്ത് മേശപ്പുറത്ത് നമ്മൾ ഡിക്ഷണറി വെക്കുന്നു. കിടക്കുന്നതിന് മുമ്പ് നമ്മൾ ഒരു വാക്ക് പുതിയത് പഠിക്കുന്നു. പുതിയത്, പഴയതല്ല, പുതിയത്. അപ്പൊ നിങ്ങൾ കാര്യം ചെയ്തൊക്കെ ഇന്ന് നിങ്ങളൊരു വാക്ക് പഠിച്ചു, ഡിഫിക്കൽട്ട് എന്നൊരു വാക്ക് പഠിച്ചു, ബുദ്ധിമുട്ട് പഠിച്ചു. നാളെ നിങ്ങൾ അടുത്ത വാക്ക് പഠിച്ചു, എൻകറേജ്, പ്രോത്സാഹനം എന്നൊരു വാക്ക്, എൻകറേജ്മെന്റ്, പ്രോത്സാഹനം, അത് പഠിച്ചു. അപ്പോൾ നാളെ പഠിക്കുമ്പോൾ ഒന്ന് ഓർക്കുക, ഇന്നലെ പഠിച്ചത് ഏതായിരുന്നു? ഇന്നലെ പഠിച്ചത് ഡിഫിക്കൽട്ട്, ഇന്ന് എൻകറേജ്. ഓക്കെ, കണ്ടാ, അതും കൂടെ ഒന്ന് ഓർത്തേക്ക്. അത് റിവൈൻഡ് ചെയ്ത് അങ്ങനെ പോകാം. പിന്നെ എവിടെയെങ്കിലും ആ വാക്കൊന്ന് പ്രയോഗിക്കാൻ പറ്റിയ ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ അത് പ്രയോഗിക്കുന്നില്ല. നമ്മൾ മോളോട് ചോദിക്കുക, നിനക്കറിയാമോ എൻകറേജ്മെന്റ് എന്ന വാക്കിന്റെ അർത്ഥം? അത് അവളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, നമ്മൾ പറഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് സിമ്പിൾ പ്രസന്റിനെ കുറിച്ചാണ് നമ്മൾ സൂചിപ്പിച്ചത്. സിമ്പിൾ പ്രസന്റിനെ കുറിച്ച് പറഞ്ഞപ്പോൾ സബ്ജക്റ്റും വെർബിന്റെ പ്രസന്റൻസ് അത് പറഞ്ഞു, അതിന്റെ നെഗറ്റീവ് വരെ നമ്മൾ പറഞ്ഞു. ഞാൻ ആ പറഞ്ഞതൊന്നുകൂടി പറയാം. അവൻ വരാറുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ദേ കം എന്ന് പറഞ്ഞു. വരാറില്ല എന്നാണെങ്കിൽ ദേ ഡു നോട്ട് കം എന്ന് പറഞ്ഞു. വരാറുണ്ടോ എന്നാക്കി കഴിഞ്ഞപ്പോൾ ഡു ദേ കം എന്ന് പറഞ്ഞു. ഈ പുതിയത് നമ്മൾ പറയണം. അവൻ വരാറുണ്ട് എന്നാണെങ്കിൽ ഹി കംസ് എന്ന് പറയുന്നു. കാരണം സബ്ജക്റ്റ് സിംഗുലർ ആകുമ്പോൾ വെർബിന്റെ കൂടെ എന്ത് ചേർക്കണം? യെസ് ചേർക്കണം. അപ്പം ഹി കംസ് എന്ന് പറയും. അവൻ വരാറില്ല എന്നാണെങ്കിൽ ഹി ഡസ് നോട്ട് കം. അത് നമ്മൾ പറഞ്ഞതല്ലേ, ഡസ് നോട്ട്. ഹി ഡസ് നോട്ട് കം എന്ന് പറയും. അവൻ വരാറില്ല, ഹി ഡസ് നോട്ട് കം. കാരണം അത് നമ്മൾ പറഞ്ഞതാണ്, ഹി ഡസ് നോട്ട് കം. ഇനി ഞാനതൊന്ന് മാറ്റുകയാണ്. അവൻ വരാറുണ്ടോ എന്നാക്കി. അവൻ വരാറുണ്ടോ എന്ത് വരുമെന്ന് പറഞ്ഞു? യെസ്, ഓരോരുത്തരും എഴുതുന്നുണ്ട്. നിങ്ങളൊക്കെ നല്ല ബുദ്ധിയുള്ള കുട്ടികളാണല്ലോ. യെസ്, ഓക്കെ. ഇത് കഴിയുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇടണം കേട്ടോ. ശ്രുതി, അഞ്ജന, അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇടാം. നമ്മൾ ചോദിക്കുന്നത് ചോദ്യമാണ്. ഓക്കെ 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 ഓക്കെ, ശരിയാണ് ശരിയാണ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോ ഇത് നേരത്തെ പറഞ്ഞ അതേ ടെക്നിക്കൽ നമ്മൾ ഉപയോഗിച്ചാൽ മതി. ഓക്കെ ഓക്കെ, ശരിയാണ് ശരിയാണ്. ഏതാണെന്ന് പറയുന്നത് നമുക്ക് മറന്നു പോകാതിരിക്കാൻ വേണ്ടി ഞാൻ പറയുന്നതാണ്. നമ്മള് അവർ വരാറില്ല എന്ന് എഴുതിയപ്പോ ദേ ഡു നോട്ട് കം എന്ന് എഴുതിയിട്ട് നോട്ട് കളഞ്ഞിട്ട് ഡു ആദ്യം പറയും. അതുപോലെ തന്നെ ഇവിടെ അവൻ വരാറില്ല എന്ന് നമ്മൾ എഴുതി, ഹി ഡസ് നോട്ട് കം. അത് അവൻ വരാറുണ്ടോ എന്നാക്കാൻ വേണ്ടിയിട്ട് നോട്ട് കളഞ്ഞിട്ട് ഡു നമ്മൾ ആദ്യം പറയുന്നു. അപ്പൊ എന്തായത്? ഡു സോറി, അവൻ വരാറില്ല എന്നുള്ളതിന് ഹി ഡസ് നോട്ട് കം. ആ ഡസ് അതില് നോട്ട് കളഞ്ഞിട്ട് ഡസ് നമ്മൾ ആദ്യം പറയുന്നു. അപ്പൊ എന്തായി? ഡസ് ഹി കം. ഡസ് ഹി കം. ഇതാണ് കറക്റ്റ് ആൻസർ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, അവൾ പാടാറുണ്ടോ എന്നാണെങ്കിൽ എന്ത് എഴുതും? അവൾ പാടാറുണ്ടോ എന്ത് വരും? അവൾ പാടാറുണ്ടോ? ഡസ് ഹി സിംഗ്. വെരി ഗുഡ്. ഡസ് ഹി സിംഗ്. ഡസ് ഹി സിംഗ്. വെരി ഗുഡ്. അഞ്ജന പറഞ്ഞത് ശരിയാണ്. അനീഷ് പറഞ്ഞത് ശരിയാണ്. ഡസ് ഹി സിംഗ്. വിൽസൺ പറഞ്ഞത് ശരിയാണ്. ഓക്കെ 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 ഓക്കെ. ഡസ് ഹി സിംഗ്. ഡസ് ഹി സിംഗ്. ഓക്കെ ഓക്കെ. ഇത് തമ്മിൽ മാറിപ്പോവരുന്നു മാത്രമേ ഉള്ളൂ. കാരണം ഡു എവിടെ ചേർക്കണം, ഡസ് എവിടെ ചേർക്കണം എന്നുള്ളത് മാറിപ്പോവരുത്. അപ്പൊ നമുക്കൊരു ഓക്കെ ഓക്കെ. അസന ഡസ് ഹി കം സിംഗ്. ഡസ് ഹി സിംഗ്. ഓക്കെ ഓക്കെ. ഡസ് ഹി സിംഗ്. ഓക്കെ 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 ഓക്കെ. ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ആൺകുട്ടി ക്രിക്കറ്റ് കളിക്കാറുണ്ടോ? ആൺകുട്ടി ക്രിക്കറ്റ് കളിക്കാറുണ്ടോ എന്ന് എഴുതി. ആൺകുട്ടി ക്രിക്കറ്റ് കളിക്കാറുണ്ടോ? ദ ബോയ് പ്ലേ ക്രിക്കറ്റ്. ചെറിയൊരു മിസ്റ്റേക്ക്. കളിക്കാറുണ്ടോ ചോദ്യമാണ്.
ഓക്കെ 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 എല്ലാവരും ഓക്കെ ഓക്കെ. ഒരു ക്രിക്കറ്റ്, ഫുട്ബോളിന് ഇരിക്കേണ്ട കുഴപ്പമില്ല. അടുത്തത് ഡസ്റ്റ് ബോയ്. ഓക്കെ 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 ഓക്കെ. ഞാൻ എഴുതുന്നതിൽ മിസ്റ്റേക്കോ ആരുടെയും ഉണ്ടാകുന്നുണ്ട് നോക്കണേട്ടോ. ബാക്കി പറയാത്തത് കറക്റ്റാണ്. ഓക്കെ. അപ്പൊ ജോഷി ശോഭ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, നമുക്ക് ശരിയാക്കാം. ചിഞ്ചുവിനുണ്ട് ചെറിയൊരു മിസ്റ്റേക്ക്, ശരിയാക്കാം. ഓക്കെ 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 ഓക്കെ. ആ ശരി 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 ശരി. ബാക്കിയുള്ളവരെ കറക്റ്റ്. നോക്കാം, നമുക്ക് ഇവിടെ നോക്കട്ടെ. അപ്പൊ ആൺകുട്ടി ക്രിക്കറ്റ് കളിക്കാറുണ്ടോ എന്നാണ് ചോദിച്ചത്. ആൺകുട്ടി ക്രിക്കറ്റ് കളിക്കാറില്ലെന്നാണെങ്കിൽ നമ്മൾ എങ്ങനെ പറയും? ദ ബോയ് ഡസ് നോട്ട് പ്ലേ ക്രിക്കറ്റ്. ഡസ് നോട്ട് പ്ലേ ക്രിക്കറ്റ്. ദ ബോയ് ഡസ് നോട്ട് പ്ലേ ക്രിക്കറ്റ്. ക്രിക്കറ്റ് കളിക്കാറില്ല. അപ്പൊ കളിക്കാറുണ്ടോ എന്ന് ചോദ്യമാക്കുമ്പോൾ ആ നോട്ട് അങ്ങോട്ട് കളഞ്ഞിട്ട് ഡസ് ആദ്യം പറയുക. അപ്പൊ എന്താ പറയുക? ഡസ് ദ ബോയ് പ്ലേ ക്രിക്കറ്റ്. എന്തുകൊണ്ടാണ് ഡസ് വരാൻ കാരണം? ബോയ് എന്നാ പറഞ്ഞേക്കുന്നത്. ബോയ് എന്ന് പറയുമ്പോൾ എത്ര ആൾക്കാരുണ്ട്? ഒരാളെ. മോർ ദാൻ വൺ, ഒന്നിൽ കൂടുതൽ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ബോയ് എന്നതിന് പകരം ബോയ്സ് എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് ഇവിടെ നമ്മൾ എന്ത് ഉപയോഗിച്ചത്? ഡസ് ദ ബോയ് പ്ലേ ക്രിക്കറ്റ്. ഇനി അടുത്ത് പറയാണ് പെൺകുട്ടി. പെൺകുട്ടി നൃത്തം ചെയ്യാറുണ്ടോ? പെൺകുട്ടി നൃത്തം ചെയ്യാറുണ്ടോ എന്ന് പറഞ്ഞു എഴുതി. ഐശ്വര്യ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. ശ്രുതിക്കുണ്ട് ചെറിയൊരു മിസ്റ്റേക്ക്. ഓക്കെ ഓക്കെ. അനീഷിനും ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഓക്കെ 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 ഓക്കെ. ഓക്കെ. ദസ്തഗർ ഡാൻസ്. ഓക്കെ 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 ഓക്കെ. ആ ഓക്കെ 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 ഓക്കെ. ആ ഇവിടെ നോക്കട്ടെ. അപ്പൊ ഒന്ന് രണ്ട് പേര് എഴുതിയിരുന്നു. ഡസ് ദ ഗേൾ ഡാൻസിങ്. ഒരു ING കൂടി ചേർത്തായിരുന്നു. നമുക്ക് ING ചേർക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടിന്യൂസ് ടെൻസിലാണ് വരുന്നത്. INGയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വരുന്നത് കണ്ടിന്യൂസ് ടെൻസിൽ. പ്രസന്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ്, ആ വക സ്ഥലത്താണ് അതൊക്കെ കയറി വരുന്നത്. അപ്പൊ നമുക്ക് അത് അവിടെ വരുമ്പോൾ നമുക്കത് ഞാൻ വിശദമായിട്ട് പറയാം. അപ്പൊ തൽക്കാലം നമ്മൾ പഠിക്കുന്നതിലൊന്നും ING വരുന്നില്ല കേട്ടോ. അപ്പൊ ഇവിടെ ഡസ് ദ ഗേൾ ഡാൻസ് എന്ന് എഴുതിയാൽ മതി. ഡസ് ദ ഗേൾ ഡാൻസ്. ഇനി ING ചേർക്കണം എന്നുണ്ടായിരുന്നെങ്കിൽ അതിനു മുമ്പ് ഒരു ഡൂ കൂടി ചേർക്കും. ഡൂ നേരം ചെയ്യുക. അവൾ ഡാൻസ് ചെയ്യുക. അപ്പൊ ഡസ് ദ ഗേൾ ഡു ഡാൻസിങ് എന്നാണെങ്കിൽ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. ആ ഓക്കെ ഓക്കെ ഓക്കെ. മുജീബ് പറഞ്ഞൊരു സംശയമാണ്. ഗേൾ എന്നുള്ളതിന് പകരം ഗേൾസ് എന്നാണെങ്കിലോ ഓക്കെ, ജെന്യൂൻ ഡൗട്ട് അല്ലെ? അപ്പൊ നമ്മൾ നോക്കുക, ഗേൾ എന്ന് പറയുമ്പോഴാണ് സിംഗുലർ, ഗേൾസ് എന്ന് പറയുമ്പോഴോ പ്ലൂറലാണ്, ഒന്നിൽ കൂടുതലുണ്ട്. അപ്പൊ ഡു ദ ഗേൾസ് ഡാൻസ്. ഡു ദ ഗേൾസ് ഡാൻസ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ വേറെ ഒന്നും പറയാം. ആൺകുട്ടികൾ ഫുട്ബോൾ കളിക്കുന്നു അല്ല, ആൺകുട്ടികൾ ഫുട്ബോൾ കളിക്കാറുണ്ടോ ചോദ്യമാണ്. ഓക്കെ ഓക്കെ ഓക്കെ. നേരത്തെ ഒരാളുടെ സംശയം പറഞ്ഞപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ എടുത്തത്. വിനീത് എഴുതിയിട്ടുണ്ട്, അഫ്രി എഴുതിയിട്ടുണ്ട്, ഓക്കെ ഓക്കെ അഫ്സൽ എഴുതിയിട്ടുണ്ട്. പാർവിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. ബിസ്മിതക്കും ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഓക്കെ ഓക്കെ
ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ അനുശ്രീ, ദീപ, രാധിക, ഓക്കെ, എസിയ, ഓക്കെ 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 ആ ഓക്കെ ശരി. ഓക്കെ ഓക്കെ. അപ്പൊ രണ്ട് പേർക്കും അത് തെറ്റിയിട്ടുണ്ട്. അത് തെറ്റിയത് ഞാൻ പറയാം. ഒരു കുറച്ച് പേര് ഇപ്പൊ നമ്മൾ നോക്കിയ ആൺകുട്ടികളാണ്. ഇപ്പൊ ഒരാൾ അപ്പോസ്ട്രോഫീസ് വെച്ച് എഴുതിയിട്ടുണ്ട്. അത് നമുക്കൊന്ന് കറക്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോ ഒരാള് BOY അത് കഴിഞ്ഞതിന് ശേഷം അപ്പോസ്ട്രോഫി ഇട്ടിട്ടാണ് ഇട്ടേക്കുന്നത്. അതിന്റെ അർത്ഥം ഓഫ് എന്നാണ്. OF ഓഫ് എന്നാണ് അപ്പോസ്ട്രോഫീസിന്. അപ്പൊ ഓഫ് ബോയ് എന്നുള്ളതിന് പകരം ബോയ്സ് BOY അപ്പോസ്ട്രോഫീസ് ഇട്ടാൽ. അപ്പൊ അത് ഓഫ് എന്നുള്ള അർത്ഥമാണ് അതിൻ്റെ അകത്ത് വരുന്നത്. നമ്മളിവിടെ ആൺകുട്ടികൾ ബോയ്സ് എന്ന് പറയുമ്പോൾ BOYS എന്ന് വിളിക്കും. ഓക്കെ. ഇനി വേറെ കുറച്ച് പേര് തെറ്റിച്ചത് ഡു ദ ബോയ് പ്ലേ ക്രിക്കറ്റ് എന്നാ പറഞ്ഞത്, ഫുട്ബോൾ എന്നാ പറഞ്ഞത്. ഡു ദ ബോയ് പ്ലേ ഫുട്ബോൾ എന്നാ പറഞ്ഞത്. ബോയ് അല്ല, ബോയ്സ് ആണ്. ഞാൻ പറഞ്ഞത് ആൺകുട്ടികൾ എന്നാണ്. ഒരാളുള്ളെങ്കിൽ ആൺകുട്ടി എന്ന് പറഞ്ഞാൽ മതി. അപ്പൊ ആൺകുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബോയ്. ഓക്കെ. ആൺകുട്ടികൾ എന്ന് പറയുമ്പോൾ എന്തായി? പ്ലൂറലായി. അപ്പോ ഡു ദ ബോയ്സ് പ്ലേ ക്രിക്കറ്റ്. ക്രിക്കറ്റ് ആണ് ഫുട്ബോൾ. ഫുട്ബോൾ ആയിരുന്നല്ലേ. ഡു ദ ബോയ്സ് പ്ലേ ഫുട്ബോൾ. ഇതാണ് കറക്റ്റ്. ഡു ദ ബോയ്സ് പ്ലേ ഫുട്ബോൾ. ഓക്കെ. ഡു ദ ബോയ്സ് പ്ലേ ഫുട്ബോൾ. ആൺകുട്ടികൾ ഫുട്ബോൾ കളിക്കാറുണ്ട്. ഓക്കെ 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 ഓക്കെ. അപ്പോ ഇത്രയുമാണ് സിമ്പിൾ പ്രസന്റുമായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം. സിമ്പിൾ പ്രസന്റ്. ഓക്കെ. ഇപ്പൊ സിമ്പിൾ പ്രസന്റിന്റെ കാര്യങ്ങൾ നമ്മൾ ഏതാണ്ട് ഇവിടെ കൊണ്ട് താൽക്കാലികമായിട്ട് നിർത്തുകയാണ്. ഇനി നമുക്ക് അടുത്തിലോട്ട് കിടക്കാം. അപ്പൊ സിമ്പിൾ പ്രസന്റുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞ ഇതൊക്കെ ഞാൻ ഒന്നുകൂടി ഒന്ന് റിമൈൻഡ് ചെയ്യുന്നത്. അവനും വരാറുണ്ട്, ഈ കംസ്. അവൻ വരാറില്ല, ഈ ഡസ് നോട്ട് കം. അവനും വരാറുണ്ടോ, ഡസ് കം. അവർ വരാറുണ്ട്, ദേ കം. അവർ വരാറില്ല, ദേ ഡു നോട്ട് കം. അവർ വരാറുണ്ടോ, ഡു ദേ കം. പിന്നെ ഇംഗ്ലീഷ് നമ്മൾ സെന്റൻസ് എഴുതുമ്പോൾ സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്, മാനർ, പ്ലേസ്, ടൈം അത് വെച്ച് എഴുതണമെന്ന് പറഞ്ഞു. സബ്ജക്റ്റും വെർബിന്റെ പ്രസന്റ് ടെൻസുമാണ് ഉപയോഗിച്ചിരിക്കുന്നത് എങ്കിൽ നമുക്ക് പറയാൻ പറ്റും അത് സിമ്പിൾ പ്രസന്റ് ആണെന്ന് പറഞ്ഞു. ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതും ഇപ്പൊ ഇതുവരെ പറഞ്ഞത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ സിമ്പിൾ പ്രസന്റുമായിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കും. അത് എന്തെങ്കിലും അത് കറക്റ്റ് ചെയ്തിട്ട് നമുക്ക് അടുത്തിലോട്ട് പോകാം. If you have any doubt, you ask. ധൈര്യമായിട്ട് ചോദിച്ചോ. നിങ്ങൾക്ക് ചിലപ്പോൾ ചെറിയ സംശയം ആയിരിക്കും. കുറച്ച് പേര് സംശയം ഉള്ളിൽ ഉണ്ടാവും, പക്ഷെ ചോദിക്കാനുള്ള മടി കൊണ്ട് ചോദിക്കാതിരിക്കുന്നുണ്ടാവും. അപ്പൊ ആരെങ്കിലും ധൈര്യസമേതം സിമ്പിൾ ഇത് ഇല്ലല്ലേ സംശയമല്ലേ ചോദിച്ചു കഴിഞ്ഞാൽ അത് അവർക്ക് കൂടി ക്ലിയർ ആവാം. അപ്പൊ ആർക്ക് സംശയമില്ലെങ്കിൽ ഒരു തമ്പ് വിട്ടെ, ഞാൻ അടുത്തിലോട്ട് പോവാം. ഓക്കെ. ആരോ ഒരാൾ പറഞ്ഞിട്ടുണ്ട് ദേ വരുമ്പോൾ. ദേ വരുമ്പോൾ പറയാം. ദേ വരുമ്പോൾ. ഓക്കെ ഓക്കെ ഓക്കെ. ശരി ശരി ശരി. ദേ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവർ എന്നാണ്. അത് പ്ലൂറലാണ്. ഒന്നിൽ കൂടുതൽ ആൾക്കാരില്ല. ദേ, അവർ. ഞാൻ പറയില്ല അവർ വന്നിട്ടില്ല, അവർ എടുത്തിട്ടില്ല. അപ്പൊ അത് പ്ലൂറലാണ്. അപ്പൊ അത് ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോ ദേ കം അവർ വരാറുണ്ട്. അവർ വരാറില്ലെന്നാണെങ്കിൽ ദേ ഡു നോട്ട് കം. അവർ വരാറുണ്ടോ എന്ന് വരുമ്പോ ഡു ദേ കം. അതാണ് വരുന്നത്. അതാണ് ദേ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മുഴുവനും സിമ്പിൾ പ്രസന്റിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. സിമ്പിൾ പ്രസന്റ്. അപ്പൊ നിങ്ങൾ നേരത്തെ ഒരു ഹെഡിങ് എഴുതിയിട്ടുണ്ടായിരുന്നു. സിമ്പിൾ പ്രസന്റ് സബ്ജക്റ്റ് പ്ലസ് വെർബ്, ആ വെർബിന്റെ പ്രസന്റ് ടെൻസ്. എസ് പ്ലസ് വി, വിയുടെ അരികത്ത് പ്രസന്റ്, PRESENT, പ്രസന്റ്, സിമ്പിൾ പ്രസന്റ്. ഓക്കെ. അതാണ് നമ്മൾ പഠിച്ചത്. ഓക്കെ. ഇനി സംശയമില്ലാത്തതുകൊണ്ട് നിങ്ങളത് കാര്യമായിട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുന്നതുകൊണ്ടും നമ്മൾ സിമ്പിൾ പ്രസന്റിൽ നിന്ന് സിമ്പിൾ പാസ്റ്റിലേക്ക് പോയി. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് സിമ്പിൾ പാസ്റ്റ് ആണ്. ഓക്കെ. അപ്പോൾ നിങ്ങൾ ഒരു ഹെഡിങ് എഴുതുക. സിമ്പിൾ പാസ്റ്റ്, SIMPLD, സിമ്പിൾ PAST, പാസ്റ്റ്, സിമ്പിൾ പാസ്റ്റ്. സിമ്പിൾ പാസ്റ്റ് സബ്ജക്റ്റ് പ്ലസ് വെർബിന്റെ
സിമ്പിൾ പാസ്റ്റ് ഹെഡിങ് എഴുതി. അത് കഴിഞ്ഞതിന് ശേഷം SIM PAT സിമ്പിൾ PAST പാസ്റ്റ് സിമ്പിൾ പാസ്റ്റ് ഹെഡിങ് എഴുതി. അത് അണ്ടർലൈൻ ചെയ്യാം. അതിന്റെ അടിയിൽ നമ്മൾ വരയ്ക്കുകയാണ്. ഇപ്പൊ നമുക്കറിയാം ഒരു സെന്റൻസ് കാണുമ്പോൾ സിമ്പിൾ പ്രസന്റിലാണ് എഴുതിയിരിക്കുന്നത്, നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ സിമ്പിൾ പാസ്റ്റ് ആണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത്. അപ്പോൾ അതിന്റെ അടിയിൽ അതിന്റെ സ്ട്രക്ചർ കൂടി എഴുതിയേക്കുക. S പ്ലസ് V, വെർബിന്റെ ഫസ്റ്റ് ലെറ്റർ V, എന്നിട്ട് ബ്രാക്കറ്റിൽ പാസ്റ്റ് PAST പാസ്റ്റ് എന്നിട്ട് S പ്ലസ് V, അത് കഴിഞ്ഞതിന് ശേഷം പാസ്റ്റ് PAST പാസ്റ്റ്. അതിന്റെ അർത്ഥം എന്താണ്? സബ്ജക്റ്റും വെർബിന്റെ പാസ്റ്റ് ടെൻസുമാണ് ഉപയോഗിച്ചിരിക്കുന്നത് എങ്കിൽ അത് സിമ്പിൾ പാസ്റ്റ് ആണ്. നമ്മൾ നേരത്തെ പഠിച്ചു സബ്ജക്റ്റും വെർബിന്റെ പ്രസന്റ് ടെൻസുമാണ് ഉപയോഗിച്ചിരിക്കുന്നത് എങ്കിൽ അത് സിമ്പിൾ പ്രസന്റ് ആണ്. ഇവിടെ നമ്മൾ സിമ്പിൾ പാസ്റ്റിലേക്ക് വരികയാണ്. സബ്ജക്റ്റും വെർബിന്റെ പാസ്റ്റ് ടെൻസും സിമ്പിൾ പാസ്റ്റ്. ഓക്കെ, ഇനി നമ്മൾ ഈ സിമ്പിൾ പാസ്റ്റിനെ കുറിച്ച് കുറച്ചുകൂടി കുലങ്കഷമായിട്ട് നമ്മൾ ഓരോന്നായിട്ട് നോക്കാം. ഓക്കെ, അപ്പൊ അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നതിനും അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അങ്ങോട്ട് ഡീപ്പായിട്ട് പോകുന്നതിന് മുമ്പ് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഒരു വെർബ് എന്ന് പറഞ്ഞാൽ ഒരു ക്രിയ, ഒരാൾ ചെയ്ത പ്രവൃത്തി. അതിന് മലയാളത്തിൽ പറയുമ്പോൾ 3 കാലങ്ങളുണ്ട്. ഒന്ന് വർത്തമാനകാലം, അടുത്തത് ഭൂതകാലം, അടുത്തത് ഭാവി കാലം. വർത്തമാനകാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് വർത്തമാനം. ഓക്കെ, ഭൂതകാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞു പോയത്. ഓക്കെ 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 ഭാവി കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരാൻ പോകുന്നത്. അത് നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ വർത്തമാനകാലം, ഭൂതകാലം, ഭാവി കാലം, ഫ്യൂച്ചർ. ഓക്കെ, ഇംഗ്ലീഷിൽ നമ്മളൊരു വെർബിന് എടുക്കുമ്പോൾ പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, പിന്നീടുള്ളത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്. പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഓക്കെ, പ്രസന്റ്, പാസ്റ്റ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം V1, V2, V3. V1 നമുക്ക് പ്രസന്റ് ടെൻസ് എന്ന് പറയാം, V2 നമുക്ക് പാസ്റ്റ് ടെൻസ് എന്ന് പറയാം, V3 നമുക്ക് പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയാം. ഇനി ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം കൂടി നിങ്ങളോട് പറയട്ടെ. ചാടുക നമ്മൾ മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ചാടി, ചാടും പറയാൻ പറ്റും അല്ലെ? ചാടുക, അത് ഇപ്പൊ നടക്കുന്നത്. കഴിഞ്ഞു പോയതാണെങ്കിൽ ചാടി, ഭാവിയിൽ സംഭവിക്കാൻ പോയതാണെങ്കിൽ ചാടും. അല്ല, പ്രസന്റ്, വർത്തമാനകാലം, ഭൂതകാലം, ഭാവി കാലം പറയാൻ പറ്റും. നടക്കുക, നടന്നു, നടക്കും. തിന്നുക, തിന്നു, തിന്നും. പഠിക്കുക, പഠിച്ചു, പഠിക്കും. ഓടുക, ഓടി, ഓടും. അങ്ങനെ മലയാളത്തിൽ പറയാൻ പറ്റും. ഇംഗ്ലീഷിൽ നിങ്ങൾ നോക്കിയേ, ഗോ, പോകുക. വെന്റ് എന്റെ പാസ്റ്റൻസ് ആണ്, പോയി. ഗോൺ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? പോകും. പോകും പോകും എന്നാണെങ്കിൽ വിൽ ഗോ എന്ന് പറഞ്ഞാൽ പോരെ. പോകും എന്നാണെങ്കിൽ അപർണ വിൽ ഗോ എന്ന് പറഞ്ഞാൽ പോരെ. യെസ്, പോവുകയായിരിക്കും. ഓക്കെ, പോയി. അപ്പൊ പോയി എന്നുള്ളതിന് വേണ്ടി പറയാലോ. യെസ്, പോയിട്ടുണ്ട്. ഓക്കെ 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 ഇതാണ് ഇവിടെ നമ്മളെ മലയാളത്തെ ചിന്തിക്കുന്ന പോലെ നമുക്ക് ഇംഗ്ലീഷിലൂടെ ചിന്തിക്കാൻ പറ്റില്ല. മലയാളത്തിൽ നമ്മൾ പറയുമ്പോൾ നമുക്കത് വർത്തമാനകാലവും ഭൂതകാലവും ഭാവി കാലവും ഒക്കെ പറയാൻ പറ്റും. ഇംഗ്ലീഷ് അങ്ങനെ പറയാൻ പറ്റില്ല. അപ്പൊ നോക്കാം, ഗോ പ്രസന്റ് ആണ്, വെന്റ് അതിന്റെ പാസ്റ്റ് ടെൻസ് ആണ്. ഗോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഇൻഡിപെൻഡന്റ് ആയ ഒരു അർത്ഥം നമുക്ക് പറയാൻ പറ്റില്ല. അതിന്റെ കൂടെ ഹാസോ, ഹാവോ, ഹാഡോ വരുമ്പോഴാണ് അതിനൊരു വ്യക്തമായ പൂർണ്ണമായ അർത്ഥം കിട്ടുന്നത്. ഓക്കെ, അപ്പൊ അത് നമ്മൾ ഈ പെർഫെക്റ്റ് ടെൻസിനെ കുറിച്ച് പറയുന്ന സമയത്ത് നമുക്ക് അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാം. ഇപ്പൊ നമ്മൾ സിമ്പിൾ പാസ്റ്റിലൂടെ വീട് നമ്മൾ തിരിച്ചു വരും. അപ്പൊ സിമ്പിൾ പാസ്റ്റ് ആയ സെന്റൻസ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണമെങ്കിൽ സബ്ജക്റ്റ് ഉണ്ടാവണം. സബ്ജക്റ്റ് കഴിഞ്ഞതിന് ശേഷം വെർബിന്റെ പാസ്റ്റ് ടെൻസുമാണ് ഉപയോഗിച്ചിരിക്കുന്നത് എങ്കിൽ നമുക്ക് പറയാൻ പറ്റും അത് സിമ്പിൾ പാസ്റ്റ് ആണ് എന്ന് പറയാൻ പറ്റും. അതിനാണ് നമ്മൾ സിമ്പിൾ പാസ്റ്റ് എന്ന് പറയാം. ഇനി ഞാൻ നിങ്ങളോട് പറയുകയാണ്, സിമ്പിൾ പാസ്റ്റിന് 2-3 എക്സാമ്പിൾ പറയാം. നമുക്ക് വേണ്ടത് സബ്ജക്റ്റ് വേണം. സബ്ജക്റ്റ് കഴിഞ്ഞതിന് ശേഷം വെർബിന്റെ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കും. ഞാൻ എക്സാമ്പിൾ പറയാം. ഐ വെന്റ് ടു ഡൽഹി യെസ്റ്റർഡേ.
ഐ സബ്ജക്റ്റ്, വെന്റ് പോയി. ബാക്കിയുള്ളത് ആ സെന്റൻസിന് അർത്ഥം കിട്ടാൻ വേണ്ടി ഞാൻ സൂചിപ്പിച്ചത് മാത്രമേ ഉള്ളൂ. നമുക്ക് സബ്ജക്റ്റും വെർബിന്റെ ടെൻസ് മാത്രം നോക്കിയാൽ മതി. ഐ വെന്റ് ടു ഡൽഹി യെസ്റ്റർഡേ, അല്ലെങ്കിൽ ഐ റെഡ് ദ ബുക്ക്. സബ്ജക്റ്റ് ഉണ്ട്, വെർബ് ഉണ്ട്, റീഡ് എന്നുള്ളതിന്റെ പാസേജ്. ഓക്കെ, ഓക്കെ 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 പറഞ്ഞോളൂ. സബ്ജക്റ്റ് വേണം, വെർബിന്റെ പാസേജ്. ഐ റോട്ട് എ സ്റ്റോറി, ഹി റോട്ട് എ ബുക്ക്, ഹി വെന്റ് ടു പാർക്ക്, ഹി കോൾഡ് മീ യെസ്റ്റർഡേ, അപർണ. ഐ ഡ്രങ്ക് ടീ, വെരി ഗുഡ്. I wrote exam today, very good. I went to school, I ate food. I taught English, very good. I joined the class yesterday, Deepaninchu. I sang a song this year. Okay. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി സബ്ജക്റ്റ് എഴുതാൻ പറ്റി. അതിലൂടെ പ്രസന്റ് ടെൻസ് ഓഫ് ദ വെർബ് നിങ്ങൾ ഉപയോഗിച്ച്, അല്ല പാസ്റ്റ് ടെൻസ് ഓഫ് ദ വെർബ് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് അതിന്റെ സിമ്പിൾ പാസ്റ്റ് ആണെന്ന് മനസ്സിലായി. ഇത് നിങ്ങൾക്ക് മനസ്സിലായി. ഇനി ഞാനൊന്ന് മ്യൂട്ട് ക്യാൻസൽ ചെയ്തൊന്ന് ഓണാക്കിയാണേ. ഓക്കെ ഞാൻ എല്ലാവരും ഒന്ന് മ്യൂട്ടാക്കി വെക്കാം. ഞാൻ പറയുമ്പോൾ നിങ്ങൾ അത് ഓണാക്കിയാൽ മതി. ഓക്കെ, അല്ലെങ്കിൽ ഡിസ്റ്റർബൻസ് ആവും. ഇന്ന് രാവിലെ നിങ്ങൾ എഴുന്നേറ്റു. രാവിലെ എഴുന്നേറ്റിട്ട് ഇപ്പൊ ഏതാണ്ട് 11:34. ഈ 11 ഇന്ന് രാവിലെ എഴുന്നേറ്റിട്ട് ഇതുവരെ നമ്മൾ ചെയ്ത കാര്യങ്ങൾ പറയുന്നു. രാവിലെ എഴുന്നേറ്റിട്ട് നമ്മൾ കാരണം ഇതൊക്കെ പാസ്റ്റ് ടെൻസ് ആണ്, കാരണം എല്ലാം കഴിഞ്ഞു പോയ സംഭവമുണ്ട്. അപ്പൊ ഇതുവരെ നമ്മൾ ചെയ്ത കാര്യങ്ങൾ പറയും. ഞാൻ വേണമെങ്കിൽ ഒന്ന് തുടങ്ങി വെക്കാം, സ്റ്റാർട്ട് ചെയ്ത് വെക്കാം. I woke up early morning. Okay. Oh, very good. Start. I woke up at early morning at 6 o'clock. പറഞ്ഞോ, ശരി. I brushed my teeth. I brushed my teeth. Okay. I washed my hands. I washed my ഒക്കെ പാസ്റ്റൻസ് ആയിക്കോട്ടെ, കാരണം കഴിഞ്ഞ വയസ്സും I washed my hands. Okay. I I ate breakfast. I ate the breakfast. Okay. I took my bath. I had my bath. I read newspaper. I bathed early morning. Okay. ഒരാൾ കേട്ട് അത് കഴിഞ്ഞ് നമുക്ക് അടുത്തോട്ട് വരാം. ഓക്കെ. നെക്സ്റ്റ് I went to shop. I played. ആരാണ് പറയണേ? I went to shop. I played. Okay. I went to shop. ബാക്കി പറയൂ. I cooked my breakfast. I got my breakfast. I cooked. I cooked my breakfast. I studied English grammar. I studied English grammar. ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ. I studied English grammar എന്ന് പറയുമ്പോൾ ഞാൻ ഇംഗ്ലീഷ് ഗ്രാമർ പഠിച്ചു. അപ്പോ ഇംഗ്ലീഷ് ഗ്രാമർ പഠിച്ചു. ഇപ്പോഴും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. I went to go yesterday. Okay. Outside. Okay. ഒരു മിനിറ്റ്. I studied English grammar എന്ന് നേരത്തെ പറഞ്ഞു. ഇപ്പോഴും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇപ്പോഴും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഏത് ടെൻസിൽ പറയുമെന്ന് അറിയാമോ? Studying. Studying. Continue ചെയ്തുകൊണ്ടിരിക്കുന്നു. I am studying. എന്ന് പറയണം. I am Studying. ശരി. Okay. അടുത്താണ്. Anybody? I am reading. I reading എന്ന് പറയുന്നത് I read എന്ന് പറയും. Read പെർസെന്റേജ് ആണ്. Past tense read. I read. I wrote a note. Okay. I am reading. I washed my clothes. I washed my. I read my English notes ഒന്നും before the class. ക്ലിയർ ആയില്ല. I read my English notes before the class. മിസ്റ്റേക്ക് ഉണ്ട്. ഞാൻ ക്ലിയർ ചെയ്യാം.
ഐ റീഡ് ഇംഗ്ലീഷ് നോട്ട് ബിഫോർ ദ ക്ലാസ് എന്ന് പറഞ്ഞു. റീഡ് പ്രസന്റ് ടെൻസ് ആണ്. നമ്മൾ വായിച്ചു കഴിഞ്ഞില്ലേ, അപ്പൊ പാസ്റ്റ് ടെൻസ് റീഡ് എന്നുള്ളതിന്റെ പാസ്റ്റ് ടെൻസ് പറയാമോ? കേട്ടോ, പക്ഷെ പറയുമ്പോ ഐ റെഡ് എന്നുള്ളത്. ഓക്കെ, I completed my household activities. ഓക്കെ. ഇപ്പൊ എല്ലാവർക്കും ഇൻട്രസ്റ്റ് ആയി. ഇനി നമുക്ക് രാവിലെ ഒടുങ്ങിയതായിരിക്കും. ഹലോ, പറയണ കേട്ടോ, ഒരു മിനിറ്റ്. ഞാൻ പറയുന്നത് ഐ ഗോട്ട് 6 o'clock in the morning. അത് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ നമുക്ക് അടുത്ത് പറയണ കാരണം പാസ്റ്റ് ടെൻസ് എന്താ? പ്രാർത്ഥിച്ചു എന്നുണ്ടോ? PR അതിന്റെ കൂടെ ഒരു I'm watching online classes. I cleaned my kitchen. Yes, you start with ധൈര്യമായിട്ട് പറഞ്ഞു. ഒരാൾ പറയും, ആരാണ് പറയണേ? ഐ ഷവേർഡ് ഇൻ മോർണിംഗ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആവോ? അല്ലെങ്കിൽ ഐ ടുക്ക് മൈ ബാത്ത് ഇൻ ദ മോർണിംഗ്. ടേക്ക് ബാത്ത് അതിന്റെ പാസ്റ്റ് നമുക്ക് ടുക്ക് ബാത്ത്. ഐ ടുക്ക് ബാത്ത് ഇൻ ദ മോർണിംഗ്. ഓക്കെ. I forgot my laptop. I forgot my laptop. Okay. I picked my phone. I picked my phone. I helped my mother in kitchen. Okay. അപ്പൊ ഇതിന്റെ ഒരു ഐഡിയ ഇത് ചെയ്യേണ്ടത് എങ്ങനെയാണ്? പറയൂ. I made lunch. I called my son. ഓക്കെ. ആ മെയ്ഡ് എന്നുള്ളതിന് പകരം നമുക്ക് കുറച്ചും കൂടി നല്ല വാക്ക് ഉപയോഗിക്കും. COOKED. I took my lunch. Prepared പറഞ്ഞൂടെ സാറ്? Prepared. ഓക്കെ. പറയാം. I dropped my kids off at school in the morning. Okay. I dropped my kids in the morning. Okay. Readed എന്ന് പറഞ്ഞൂടെ? അതിന്റെ വാക്കുകളിലല്ലേ നമ്മൾ നോക്കുന്നത്, ഗ്രാമർ കറക്റ്റ് ആവുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഗ്രാമർ കറക്റ്റ് ആവും. Sir, I called my sons. I cleaned my house എന്ന് പറയാൻ പറ്റുമോ? I clean my house. I clean CLEANED. Clean past tense പറയാം. I cleaned my house. ക്ലീന്റെ പാസ്റ്റ് ഒന്നുകൂടെ പറയൂ സാർ. അത് ED ആക്കാമോ? ED ക്ലീൻ ഓൾറെഡി. I cleaned my clothes. ക്ലോത്ത് ഒക്കെ ആണെങ്കിൽ ക്ലീൻ എന്ന് പറയുന്നേക്കാൾ നല്ലത് വാഷ് എന്ന് പറയാം. I washed my. ഓക്കെ. അപ്പൊ ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ. നമുക്ക് ഒരു വാക്ക് പുതിയത് വെച്ച് നമ്മൾ പഠിക്കുന്നു. അപ്പൊ ഒരു വാക്ക് നമ്മൾ പുതിയത് വെച്ച് പഠിച്ചു കഴിയുമ്പോൾ ഞാനൊന്ന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. ഒരു വാക്ക് നമ്മൾ പുതിയത് വെച്ച് നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് 365 ദിവസം കൊണ്ട് പുതിയ 365 പുതിയ വാക്ക് നമ്മൾ പഠിക്കുന്നു. അപ്പൊ പിന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ അന്ന് നടന്ന സംഭവങ്ങൾ നിങ്ങൾ ഇംഗ്ലീഷിൽ ഇങ്ങനെ ആക്കി നോക്കുക. സിമ്പിൾ ആയിട്ടുള്ള വാചകങ്ങൾ. ഞാൻ എഴുന്നേറ്റു. I got up at 6 o'clock in the morning. After that I cleaned my teeth. I brushed my teeth. And after that I took. അതിന്റെ കൂടെ ഇടയ്ക്ക് ഒരു വാക്ക് ചേർക്കുക. After that അതിനുശേഷം I prepared my breakfast. അതിന്റെ ഒരു സമയം ചേർക്കുക. At 8:30 AM I went to my neighbor's house. ഞാൻ എൻ്റെ അയൽക്കാരൻ്റെ വീട്ടിലോട്ട് പോയി. We talked for half an hour. ഞങ്ങൾ അവിടെ നിന്ന് അരമണിക്കൂർ സംസാരിച്ചു. അപ്പൊ എന്ത് സംസാരിക്കുന്നതിനെ കുറിച്ചാണ് സംസാരിച്ചത്? We talked about the misbehavior of the children. കുട്ടികളുടെ മോശം സ്വഭാവങ്ങളെ കുറിച്ച് ഞങ്ങൾ സംസാരിച്ചത്. അല്ല, ഇതിങ്ങനെ ഇങ്ങോട്ട് പോരട്ടെ. അപ്പൊ അടുത്ത ദിവസം അടുത്ത വ്യാഴാഴ്ച വരുമ്പോൾ ഇതുപോലെ എന്തെങ്കിലും പറയേണ്ടത് നിങ്ങൾ ഒന്ന് മാനസികമായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഇതിപ്പോ ഞാനിപ്പോ എടുത്ത് നേരത്തെ പറയാണ്ടിരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
അപ്പൊ നിങ്ങൾ ഒന്ന് റെഡി ആവും. ഇതിപ്പോ എന്ന് പറഞ്ഞാൽ റെഡി ആവാതെ സ്പോണ്ടേനിയസ് ആണ് പറയുന്നത്. സ്പോണ്ടേനിയസ് ഓവർഫ്ലോ ഓഫ് ദി പവർഫുൾ തോട്ട്സ്. നിങ്ങളുടെ മനസ്സിൽ വരുന്ന അത് കവിത എന്താണെന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ഒരു വാചകമാണ്. ഇറ്റ് ഈസ് എ സ്പോണ്ടേനിയസ് ഓവർഫ്ലോ ഓഫ് ദി പവർഫുൾ തോട്ട്സ്. അപ്പൊ നിങ്ങളുടെ ചിന്തകൾ ഇങ്ങനെ കയറി വരുന്നതാണ്. അപ്പൊ ഇവിടെ നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ ആലോചിക്കാതെ നേരത്തെ പ്രിപ്പയർഡ് ആവാതെ ഇത്രയും പറയാൻ നിങ്ങൾക്ക് സാധിച്ചുവെങ്കിൽ ഒന്നുകൂടി നിങ്ങൾ റെഡി ആയിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് തകർക്കാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ സിമ്പിൾ പാസ്റ്റ് നോട്ടിന്റെ വീണ്ടും പറയാം. സബ്ജക്റ്റ് പ്ലസ് വെർബിന്റെ പാസ്റ്റ് ടെൻസ് അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ സിമ്പിൾ പാസ്റ്റ് ആണ്. ഐ റെഡ് ദ ന്യൂസ് പേപ്പർ, ഐ റോട്ട് ദ ലെറ്റർ. അങ്ങനെ WROT റോട്ട്. ഐ റോട്ട് ദ ലെറ്റർ, ഞാൻ കത്തെഴുതി. ഐ എയ്റ്റ്, ഈറ്റ് എന്നുള്ളതിന്റെ പാസ്റ്റ് ആണ് എയ്റ്റ്. ഐ എയ്റ്റ് മൈ ഫുഡ്, ഞാൻ എൻ്റെ ഭക്ഷണം കഴിച്ചു. ഓക്കെ, അപ്പൊ സബ്ജക്റ്റ് ഉപയോഗിക്കുക, വെർബിന്റെ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കുക, അതാണ് സിമ്പിൾ പാസ്റ്റ്. സിമ്പിൾ പ്രസന്റ് മറക്കരുത്. സബ്ജക്റ്റ് പ്ലസ് വെർബിന്റെ പ്രസന്റ് ടെൻസ്, സിമ്പിൾ പാസ്റ്റ് സബ്ജക്റ്റ് പ്ലസ് വെർബിന്റെ പാസ്റ്റ് ടെൻസ്. മറക്കൂലല്ലോ? ഓക്കെ, മറക്കൂലെന്ന് എനിക്കറിയാം. ഞാൻ ഒരു വാചകം പറയുകയാണ്, നിങ്ങൾ അതൊന്ന് സിമ്പിൾ പാസ്റ്റിലേക്ക് ഒന്ന് മാറ്റി എഴുതുക. ഓക്കെ, പറയട്ടെ? ഓക്കെ 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 എനിക്കോ? വിമല, നേരത്തെ എഴുതിയാണ്. വിമല ഓൾവേസ്, ALWAYS, always dash English, ENGLISH, English. വിമല ഓൾവേസ് ഡാഷ് ഇംഗ്ലീഷ്. ബ്രാക്കറ്റിൽ സ്പീക്ക്, SPEAK, സ്പീക്ക്. അതിന്റെ പാസ്റ്റ് ടെൻസ് ഉപയോഗിച്ച് അത് ഒന്ന് പൂരിപ്പിക്കും. പാസ്റ്റ് ടെൻസ് ഉപയോഗിച്ച് ഒന്ന് പൂരിപ്പിക്കും. സ്പീക്ക് എന്നുള്ളതിന്റെ പാസ്റ്റ് ടെൻസ്. ഓക്കെ, ശരി 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 ശരി. ഓക്കെ ഓക്കെ ഓക്കെ. ശ്രുതി, ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഓക്കെ 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 ഓക്കെ. കീർത്തി, സജിത, ഒന്ന് രണ്ട് മിസ്റ്റേക്കുകളുണ്ട്. ഓൾവേസ് സ്പോക്ക്. ഓക്കെ, അപ്പൊ നമുക്ക് പറയാം. സ്പീക്ക് എന്നുള്ളതിന്റെ പാസ്റ്റ് ടെൻസ് എന്താണ്? സ്പോക്കാണ്. അതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ സ്പോക്കൺ. സ്പീക്ക്, സ്പോക്ക്, സ്പോക്കൺ ആണ്. അപ്പൊ നമുക്കിവിടെ എന്ത് പറയാം? വിമല ഓൾവേസ് സ്പോക്ക് ഇംഗ്ലീഷ്. അടുത്ത കേട്ടോ, നിങ്ങൾ കറക്റ്റ് ചെയ്യുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഐ ഡാഷ് cut, I dash vegetables. I dash vegetables. I dash vegetables. And a bracket CUT, cut. Oh, that's here. Very good, very good. Very good, very good. ഓ, നിങ്ങളാണ് ഇന്റലിജന്റ് ആയ ആളുകളല്ല. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ 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 ഓക്കെ. കാരണം കട്ട് എന്നുള്ളതിന്റെ പാസ്റ്റ് ടെൻസ് ഏതാണ്? കട്ട് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് CUT കട്ട് തന്നെയാണ്. ഓക്കെ ഓക്കെ. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ബുദ്ധി ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു സെന്റൻസ് കൂടെ എഴുതുകയാണ്. നിങ്ങൾ പഠിച്ചത് മറന്നുപോയെന്നറിയാൻ വേണ്ടിയിട്ടാണ്.
ഓക്കെ, ഞാനൊരു സെന്റൻസോട് പറയുന്നു, നിങ്ങൾ അത് എഴുതുന്നു. അത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ അകത്ത് തെറ്റുണ്ടെങ്കിൽ തിരുത്തുക, തെറ്റില്ലെങ്കിൽ തിരുത്തണ്ട. ഓക്കെ, എഴുതിക്കും. ഹി cuts, cuts, cuts vegetables, vegetables, vegetables yesterday, yesterday. ഒന്നുകൂടി പറയാം. He cuts, cuts vegetables, vegetables, vegetables yesterday, yesterday, yesterday. കറക്റ്റ് ആണ്, കറക്റ്റ് ആണ്, കറക്റ്റ് ആണ്, കറക്റ്റ് ആണ്. ഓക്കെ ഓക്കെ, കറക്റ്റ് ആണ്. ശരണ്യ മോള് കറക്റ്റ്, ശരണ്യ മോള് കറക്റ്റ് ആണ്. ശരണ്യ മോള് കറക്റ്റ്, 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 കറക്റ്റ്. ഓക്കെ 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 ഓക്കെ. പക്ഷെ ഞാൻ പറയാം, ഇത് മിസ്റ്റേക്ക് ഉണ്ട്. ഈ സെന്റൻസിൽ ഒരു മിസ്റ്റേക്ക് എടുക്കുന്നുണ്ട്. പറയാമോ? കറക്റ്റ് ആണ് എന്ന് പറഞ്ഞിട്ടുള്ളവരോട് പറയുന്നത് ഇതിൻ്റെ അകത്തൊരു മിസ്റ്റേക്ക് എടുക്കുന്നുണ്ട്. നിങ്ങൾ നേരത്തെ സിമ്പിൾ പ്രസന്റ് പഠിച്ചതും ഇതുമായിട്ട് നമ്മളൊന്ന് ഓർത്ത് നോക്കി അവിടെ എവിടെയാണ് മിസ്റ്റേക്ക് എടുക്കുന്നത് മനസ്സിലാവും. ഒന്ന് ചിന്തിച്ചു നോക്കി, കണ്ടുപിടിക്കാൻ പറ്റുന്ന. ഓ യെസ്, അഞ്ജന മിടിക്കുകയാണെങ്കിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യം. യെസ്, ആ ഓക്കെ 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 ഓക്കെ. അപ്പൊ ഒരു മിസ്റ്റേക്ക് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നിങ്ങൾ അത് ആ ഒരു ലൈനിൽ ചിന്തിച്ചു. അപ്പൊ അത് ജോഷി പറയുന്നു കട്ട്സ് വേണ്ട എന്ന് പറയുന്നു. ഓക്കെ, ആ യെസ്, എനിബഡി? കട്ട്സ് സിമ്പിൾ പ്രസന്റ് ആണ്, ശരണ്യ മോഡ്. ഓക്കെ, ശരിയാണ്. ആ ഇതിൻ്റെ അകത്ത് നമ്മൾ നോക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ കാണുന്ന ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യെസ്റ്റർഡേ. ഓക്കെ, ആ ഓക്കെ ഓക്കെ ഓക്കെ, യെസ്റ്റർഡേ എന്ന് പറയുന്നത് വേർഡ് കിടപ്പുണ്ട്, യെസ്റ്റർഡേ. അപ്പൊ അത് കാണുമ്പോൾ നമുക്ക് പറയാൻ പറ്റും ഇത് കഴിഞ്ഞു പോയ സംഭവം അല്ലേ? കഴിഞ്ഞു പോയ യെസ്റ്റർഡേ, ടൈമിനെ സൂചിപ്പിക്കുന്ന ഒരു വാക്ക്. എപ്പോഴും നമ്മൾ കറക്റ്റ് വേർഡ് നമ്മൾ ഉപയോഗിക്കുന്നു, അതായത് യൂസ് ദ കറക്റ്റ് ഫോം ഓഫ് ദ വേർഡ് ഗിവൺ ഇൻ ബ്രാക്കറ്റ് എന്ന് നമ്മൾ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ തന്നിരിക്കുന്ന വാചകത്തില് സമയത്തെ സൂചിപ്പിക്കുന്ന ഒരു വാക്കുണ്ടോ എന്നുള്ള കാര്യം ആദ്യം. സമയത്തെ സൂചിപ്പിക്കുന്ന ഒരു വാക്കുണ്ടെങ്കിൽ അതുകൂടി പരിഗണിച്ചിട്ട് വേണം നമുക്ക് കറക്റ്റ് ആൻസർ ഉപയോഗിക്കാൻ. അപ്പൊ ഇതിന്റെ അകത്ത് സമയത്തെ സൂചിപ്പിക്കുന്ന ഒരു വാക്ക് കിടപ്പുണ്ട്. എന്താ കിടക്കുന്നത്? യെസ്റ്റർഡേ എന്ന് പറഞ്ഞൊരു സംഗതി കിടപ്പുണ്ട്, യെസ്റ്റർഡേ അല്ലേ? അപ്പോ യെസ്റ്റർഡേ എന്ന് പറയുമ്പോൾ ഇന്നലെ, കഴിഞ്ഞു പോയ. പ്രസന്റ് ആണ് പാസ്റ്റ് ആണ്? ആ പാസ്റ്റ് ആണ്, കഴിഞ്ഞു പോയതാണ്. ഓക്കെ ഓക്കെ ഓക്കെ. ഇനി നമുക്ക് വെർബിലേക്ക് വരാം. വെർബിലേക്ക് നമ്മൾ വന്നു കഴിയുമ്പോൾ കട്ട് പ്രസന്റൻസ് ആണ്. അതിന്റെ പാസ്റ്റ് ടെൻസ് എന്താണ്? കട്ടുന്നതിനാണ്. പാസ്റ്റ് പാർട്ടിസിപ്പിളോ കട്ടുന്നതിന്. മൂന്നും കട്ടുന്നതിനാണ്. പ്രസന്റും കട്ട്, പാസ്റ്റും കട്ട്, പാസ്റ്റ് പാർട്ടിസിപ്പിളും കട്ടുന്നത്. കട്ടുന്നതാണ് കേട്ടോ. അപ്പൊ ഇവിടെ നമുക്ക് യെസ്റ്റർഡേ എന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ വേണ്ടത് കഴിഞ്ഞു പോയ സംഭവമായത് പാസ്റ്റ് ടെൻസ് വേണം. അപ്പോൾ പാസ്റ്റ് ടെൻസിലുള്ള കട്ട് നമ്മൾ എഴുതാം. ഇവിടെ നോക്കിയേ, ഒരു യെസ് എന്ന് കൂടി വന്നിട്ട് നമ്മൾ എഴുതിയ കട്ട്സ്. യെസ് വരുന്നത് എപ്പോഴും എഴുതില്ലാത്തതാണ്. സിമ്പിൾ പ്രസന്റ് ആണെങ്കിലാണ് എസ് വരുള്ളൂ. സിമ്പിൾ പാസ്റ്റില് സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിലും എസ് വരില്ല. അത് നമ്മൾ ഓർത്തിരിക്കുക. സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിലും എസ് വരില്ല. സിമ്പിൾ പ്രസന്റിൽ മാത്രമേ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ എസ് വരൂ. അപ്പൊ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന നമ്മൾ കട്ട് ഉപയോഗിക്കാൻ പോകുന്നത് പാസ്റ്റ് ടെൻസിലെ കട്ടാണ്. കട്ട് കട്ട് കട്ട്, ആ രണ്ടാമത്തെ കട്ട് ഉണ്ടല്ലോ, അതാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്താണ്? ഹി കട്ട് വെജിറ്റബിൾസ് യെസ്റ്റർഡേ. ഹി കട്ട് വെജിറ്റബിൾസ് യെസ്റ്റർഡേ. ഓക്കെ, അപ്പൊ അങ്ങനെ നമുക്ക് കറക്റ്റ് ചെയ്യാം. ഇനി ഞാൻ നിങ്ങളോട് വേറൊരു സാധ്യത പറയുന്നു. ഞാൻ അങ്ങനെ കറക്റ്റ് ചെയ്തു, ഇതല്ലാത്ത രീതിയിൽ അങ്ങനെ കറക്റ്റ് ചെയ്യാം. വേറൊരു രീതിയിലൂടെ കറക്റ്റ് ചെയ്യും, പറയാൻ പറ്റും. ഇത് വേറൊരു രീതിയിലും കൂടി കറക്റ്റ് ചെയ്യാം.
അത് കറക്റ്റ് ചെയ്യാൻ പറ്റും. ഒരു വേർഡ് നിന്നെടുത്ത് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ചെയ്യാം. ഏത് വേർഡാണ്? യെസ്, ഏത് വേർഡാണ്? കറക്റ്റാണ് പറഞ്ഞത്. യെസ്റ്റർഡേ എന്നിട്ടാണ് കളഞ്ഞാൽ മതി. അപ്പൊ നമുക്കൊരു വാക്ക് കളഞ്ഞിട്ട് കറക്റ്റ് ചെയ്യില്ല. അത് ഞാനൊരു സാധ്യത കറക്റ്റ് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. നിങ്ങൾ അങ്ങനെ ചിന്തിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു സാധ്യത അങ്ങനെ പറഞ്ഞത് മാത്രം. ആ ഓക്കെ ഓക്കെ ഓക്കെ. ആ യെസ്റ്റർഡേ എന്ന് പറയുന്ന വേർഡ് കളഞ്ഞു കഴിഞ്ഞാല് അവൻ പതിവായിട്ട് കട്ട് ചെയ്യാറുണ്ട്. സിമ്പിൾ പ്രസന്റ് ആണ് വന്നിരിക്കുന്നത്. സിമ്പിൾ പ്രസന്റ് ആകുമ്പോൾ വെർബിന്റെ കൂടെ എന്ത് ചേർക്കണം? എസ് ചേർക്കണം. ഉണ്ടാകാം. അപ്പൊ ഈ കട്ട്സ് കറക്റ്റ് ആണ്. അപ്പോ യെസ്റ്റർഡേ വെച്ച് നമ്മൾ കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഹി കട്ട് വെജിറ്റബിൾസ് യെസ്റ്റർഡേ എന്ന് പറയാം. യെസ്റ്റർഡേ നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞാൽ ഹി കട്ട്സ് വെജിറ്റബിൾ എന്ന് പറയാം. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക. ഹി കം എന്ന് പറയില്ല, ഹി കംസ്. കാരണം എന്താണ്? ഹി സബ്ജക്റ്റ് ആയതുകൊണ്ട് കം എന്നുള്ള പറഞ്ഞ പ്രസന്റേഷന്റെ കൂടെ എസ് ചേർത്തു. നേരെ മറിച്ച് കം എന്നുള്ളതിന്റെ പാസൻസ് ആണ് കെയിം. ഈ കെയിംസ് എന്ന് പറയേണ്ട കാര്യമില്ല, ഈ കെയിം എന്ന് പറഞ്ഞാൽ മതി. അവിടെ എസ് ചേർക്കേണ്ട കാര്യമില്ല. അപ്പൊ നമ്മൾ പഠിക്കുന്ന കാര്യം, ഇത് മനസ്സിലാക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടി നമ്മളിത് മനസ്സിലാക്കുന്നു. സബ്ജക്ട് സിംഗുലർ ആകുമ്പോൾ എസ് ചേർക്കണം എന്ന് പറഞ്ഞത് സിമ്പിൾ പ്രസന്റിന് മാത്രമാണ്. അതല്ലാതെ എവിടെയെങ്കിലും ഒക്കെ ഹീ കാണുമ്പോൾ ഉടനെ കൊണ്ടിട്ട് അവിടെ എസ് ചേർക്കരുത്. സബ്ജക്ട് കഴിഞ്ഞതിന് ശേഷം വെർബിന്റെ പ്രസന്റ് ടെൻസുമാണ് ഉപയോഗിച്ചിരിക്കുന്നതെങ്കിൽ മാത്രമേ എസ് ചേർക്കാവൂ. സബ്ജക്ട് സിംഗുലർ ആണ്, പക്ഷെ ഉപയോഗിച്ചിരിക്കുന്ന ടെൻസ് പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ എസ് ചേർക്കേണ്ടതില്ല. ഇതാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്ന അടുത്ത കാര്യം. അപ്പൊ സിമ്പിൾ പാസ്റ്റ് ഞാനിപ്പോ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല, സമയക്കുറവ് കൊണ്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദമായിട്ട് പറയാം. അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഒന്നും കൂടി പറയുകയാണ്. സിമ്പിൾ പാസ്റ്റ് സബ്ജക്റ്റ് പ്ലസ് വെർബിന്റെ പാസ്റ്റ് ടെൻസ്, സബ്ജക്റ്റ് പ്ലസ് വെർബിന്റെ പാസ്റ്റ് ടെൻസ്, ദാറ്റ് ഈസ് ഈക്വൽ ടു സിമ്പിൾ പാസ്റ്റ്. സബ്ജക്റ്റും വെർബിന്റെ പാസ്റ്റ് ടെൻസും ആണെങ്കിൽ സിമ്പിൾ പാസ്റ്റ്. ഇവിടെ നമ്മൾ സബ്ജക്റ്റ് സിംഗുലർ ആയാലും ശരിയാണ്, പ്ലൂറൽ ആയാലും ശരിയാണ്, വെർബിന്റെ പാസ്റ്റ് ടെൻസ് ഉപയോഗിച്ചാൽ മതി. അതിന്റെ കൂടെ എസ് ചേർക്കേണ്ടതില്ല. ഓക്കെ, മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി ഇതുവരെ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കും. ഓക്കെ ഓക്കെ ഓക്കെ. ഇഫ് യു ഹാവ് എനി ഡൗട്ട് യു കൻ ആസ്ക്. നമ്മൾ ഇതൊക്കെ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇംഗ്ലീഷിൽ തന്നെ ആകട്ടോ കാര്യങ്ങളൊക്കെ. ഇപ്പൊ ഞാൻ ഇതിന്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു, കുറച്ച് അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞൊന്നും മനസ്സിലാക്കി, അതും മലയാളത്തിൽ തന്നെ പറഞ്ഞ് നിങ്ങളൊന്ന് ലെവൽ ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. ഇംഗ്ലീഷ് ഇസ് എ ബ്യൂട്ടിഫുൾ ലാംഗ്വേജ് ദാറ്റ് വി ക്യാൻ യൂസ്. നമ്മൾ എവിടെ ചെന്ന് കഴിഞ്ഞാലും ആരോട് നമ്മൾ സംസാരിക്കുമ്പോഴും ഇംഗ്ലീഷിലൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്വാളിഫൈഡ് ആണെന്ന് വിചാരിക്കുകയും നമ്മള് ബുദ്ധി പറക്കിക്കൊണ്ട് പോവുകയും ചെയ്യും. അപ്പോൾ അതിന്റെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കും. കുറച്ച് കാര്യങ്ങൾ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. നമുക്കത് ബേസിക്കായ കുറച്ച് കാര്യങ്ങളുണ്ട്. പക്ഷെ പ്രധാനപ്പെട്ട കാരണം നമ്മൾ പഠിക്കേണ്ടിരുന്ന കാരണം നമുക്ക് പണ്ട് ഇംഗ്ലീഷ് പഠിപ്പിച്ച ടീച്ചറിനോടുള്ള ദേഷ്യമില്ല. പല വിഷയങ്ങളും നമുക്കറിയില്ല. നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഞാൻ, നമ്മൾ പഠിക്കുന്നത് നമ്മളെ പഠിപ്പിച്ച ടീച്ചറിന് നമുക്ക് ഇഷ്ടമാണെങ്കിൽ ആ വിഷയം നമ്മൾ പഠിച്ചിട്ടുണ്ടാകും. ടീച്ചറിനോടുള്ള കുറച്ച് ഇഷ്ടക്കുറവ് കൊണ്ട് നമ്മൾ ചിലപ്പോൾ ആ വിഷയത്തിലൂടെ നമുക്ക് ശ്രദ്ധിക്കേണ്ടി പോയിട്ടുണ്ട്. ശരിയല്ലേ പറഞ്ഞത്? അത് കറക്റ്റാണ്. സംസാരിക്കുമ്പോൾ നമുക്ക് ഗ്രാമറിലൊക്കെ മിസ്റ്റേക്ക് വരുന്നത് നമുക്ക് കറക്റ്റ് ചെയ്യാം. അതൊക്കെ നമുക്ക് കറക്റ്റ് ചെയ്ത് പോകും. ഓക്കെ, അത് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് കറക്റ്റ് ചെയ്യാൻ പറ്റും. കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയാൽ മതി. കുറച്ച് കാര്യങ്ങൾ അതൊന്നും പഠിക്കാനൊന്നുമില്ല. ഐ ആം ഓൾവേസ് വിത്ത് യു ഇവിടെ ഉണ്ടല്ലോ. അതും കുറച്ച് കാര്യങ്ങൾ പറയും. ഇനി പേര് ഒരു 4 മിനിറ്റ് കൂടി ഉള്ളൂ. അപ്പോൾ if you have any other doubt with regard to simple present or simple present, you can ask me. ഇല്ല എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമുക്ക് വീണ്ടും നെക്സ്റ്റ് ദിവസത്തെ കാണാം. ഓക്കെ, ബൈ. ഓക്കെ, താങ്ക് യു.